എന്തിലേറെ പറയണം. നമ്മൾ പറയുന്ന, നമ്മൾ അനുസ്മരിക്കുന്ന കോഴിക്കോട് നരിക്കുനിക്കടുത്ത മടവൂരിൽ അന്തിവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹ് അവരുടെ മസാർ ഷരീഫിൽ ചെന്നാൽ, ഓ മുഅ്മിനീങ്ങളെ, ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ മാത്രമാണോ അവിടെയുള്ളത്? CM വലിയുള്ളാന്റെ മക്കാമിന്റെ ഗേറ്റിലേക്ക് കിടക്കുമ്പോൾ അവിടെ പ്രത്യേകമായ ബോർഡ് എഴുതി വെച്ചിട്ടില്ല. ഈ കോമ്പൗണ്ടിലേക്ക്, ഈ മക്കാമിലേക്ക് അമുസ്ലിമീങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയിട്ടില്ല. CM വലിയുള്ളാന്റെ ദർബാറിലേക്ക്, CM വലിയുള്ളാന്റെ മക്കാമിലേക്ക് ഈ രാജ്യത്തുള്ള മുസ്ലിമിന് ചെല്ലാം, ഈ രാജ്യത്തുള്ള ക്രിസ്ത്യാനിക്ക് ചെല്ലാം, ഈ രാജ്യത്തുള്ള ഹൈന്ദവനും ചെല്ലാം. എല്ലാ മതവിശ്വാസികൾക്കും കടന്നു ചെല്ലാൻ പാകത്തിൽ അവിടുത്തെ ബാബുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ വർഗീയതയുടെ, അവിടെ ഭീകരവാദത്തിന്റെ വചനങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. ആ മക്കാമിന്റെ മുമ്പിൽ പോയി മഹാനായ വലിയുള്ളാഹിയോട് നമുക്ക് പറയാം സങ്കടങ്ങളെ. മുസ്ലിമിനും പറയാം, ക്രിസ്ത്യാനിക്കും പറയാം, ഹിന്ദുവിനും പറയാം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അജ്മീർ ഷരീഫിലേക്ക് ചെന്നാലോ, അജ്മീർ ഷരീഫിലേക്ക് ചെന്നാൽ അത്ഭുതമാണ്. മുസ്ലിമീങ്ങളെക്കാളേറെ അജ്മീർ ഷരീഫിൽ നമ്മൾ കാണുന്നത് മുസ്ലിമീങ്ങളെ അല്ലേ? എത്രയോ ആളുകളാണ് അതേ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ദർബാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഖാജാ തങ്ങളോട് സങ്കടം പറയുന്നത്. അത് മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ഏർവാടിയിലേക്ക് ചെന്നാലും, നാഗൂരിലേക്ക് ചെന്നാലും, ഈമാപ്പള്ളിയിലേക്ക് ചെന്നാലും, പുത്തമ്പള്ളിയിലേക്ക് ചെന്നാലും അവിടെയൊക്കെ എല്ലാവർക്കും കടന്നു വരാം. പ്രത്യേകമായ ഒരു മതവിഭാഗത്തിന് മാത്രം റിസർവേഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിർത്തി തരുമാറാവട്ടെ. ചില ആളുകളെങ്കിലും നമ്മുടെ മതത്തെ, നമ്മുടെ സൗന്ദര്യത്തെ, ഈ മതത്തിന്റെ സുന്ദരമായ സൗമാര്യതയെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ചില പ്രവർത്തനങ്ങൾ, ചില സംസാരങ്ങൾ ആരെങ്കിലൊക്കെ പറയുമ്പോ നമ്മളെ ഇതര മത സഹോദരന്മാരിൽ ആരെങ്കിലും ഒരു ചെറിയ വിഭാഗം തെറ്റിദ്ധരിച്ചു പോകുമോ? അവരോട് പറയട്ടെ, മുത്തുനബി ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി ആരാണ്? ഒരു മതങ്ങളെയും ആക്രമിക്കാൻ പറഞ്ഞവരല്ല, ഒരു മതങ്ങളെയും ആക്രമിക്കാൻ പറഞ്ഞവരല്ല, ഒരാശയങ്ങളെയും കടന്നാക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലും മദീനത്തുൽ മുനവ്വറയിലും ചെന്ന് ലോകത്തിന്റെ നേതാവ് മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, അവർക്ക് അവരുടെ മതം, അവർ ഹിദായത്ത് കിട്ടുമെങ്കിൽ കടന്നു വരട്ടെ, നിങ്ങൾ നിർബന്ധിക്കേണ്ടതില്ല എന്ന് വെച്ച് നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ടവർ, ഇതര മതത്തിൽപ്പെട്ടവർ, അവർ മുസ്ലിമീങ്ങളായതുകൊണ്ട്, അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ സഹായിക്കേണ്ടതില്ല, അവരെ തള്ളിക്കളയേണ്ടതില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത്, റഹീമൂന യർഹമുഹുർ റഹ്മാൻ തബാറക വ തആല ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഈ കല്ലാമൂല പ്രദേശത്തുള്ള ആളുകളോട് മുത്തുനബി പറയുകയാണ്, ലോകത്തുള്ളവരോട് മുത്തുനബി പറയുകയാണ്, ഓ മുസ്ലിമീങ്ങളെ, മുഹമ്മദ് നബിയുടെ അനുയായികളെ, നിങ്ങൾ ഭൂമി ലോകത്തുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. നിങ്ങൾ കാരുണ്യം ചെയ്യുമ്പോ എന്റെ മതത്തിൽപ്പെട്ട മുഹമ്മദിനോ അഷ്റഫിനോ ചെയ്താൽ പോരാ, അത് നാരായണനും ചെയ്യണം, അത് ജോസഫിനും ചെയ്യണം, അത് കുമാരനും ചെയ്യണം. മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ ഭൂമി ലോകത്തുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. അങ്ങനെ ഭൂമി ലോകത്തുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്താലോ, ആകാശത്തിൽ ആധിപത്യമുള്ളവനായ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം. ഒരിക്കലും
ഇന്റർനെറ്റിൽ നിന്നോ മറ്റേതെങ്കിലും മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പണ്ഡിത നാമധാരികളിൽ നിന്നോ അല്ല മതം പഠിക്കേണ്ടത്. പാരമ്പര്യമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തലമുറ കൈമാറി വന്ന മഹിതമായ ഒരാശയമുണ്ട്. ഇപ്പോൾ ഒരു വലിയ സങ്കടകരമായ ഒരവസ്ഥ. കേരളത്തിന്റെ സ്റ്റോറി പറയാൻ വേണ്ടി ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ആള് വരികയാണ്. കേരളക്കാരല്ല പറയുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രയാസമില്ല. ഇത് നോക്കിക്കണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ഈ കേരളത്തിന്റെ സ്റ്റോറി മാത്രമല്ല, ഇനി പലതും വരാനിരിക്കും. പല അബദ്ധജടിലമായ വാദങ്ങൾ വരാനിരിക്കുന്നു. അത് ഇസ്ലാമിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കേരള സ്റ്റോറി വരുന്നത് ഹബീബായ തങ്ങൾ മദീനയിൽ നിന്ന് നോക്കിക്കണ്ട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല, നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്വലാത്തു ചൊല്ലൂ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാത്തു അലൽ നബി. മഴ ചെയ്തിട്ട് തണുത്തു പോയാ. അസ്സലാമു അലർ റസൂൽ. ചെല്ലടോ, മദ്രസ പഠിക്കില്ലേ? അശ്ശഫീഉൽ താഹി വൽ ഹബീബിൽ അറബി. താരകങ്ങൾക്കിടയിലെ പൂർണ്ണമി പോൽ തെളിവുറ്റോരെ, അതിനേക്കാൾ ശറഫുള്ളോരെ, സയ്യിദി ഖൈറൽ നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹു ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പല സ്റ്റോറികളും വരാനിരിക്കുന്നു. ഇനി പല കളവുകളും വരാനിരിക്കുന്നു. അതിനെ ചൂണ്ടിയിട്ട് മുത്തുനബി പറഞ്ഞത് അതേ ഖൽ ഖാബിദി അലൽ ജംറാ. 2023-ലും അതിന് തൊട്ടടുത്ത് വരാനിരിക്കുന്ന വർഷങ്ങളിലും ഖിയാമത്ത് നാളിനോട് അടുത്ത് വരെ വരാനിരിക്കുന്ന മുസ്ലിമീങ്ങളോട് മുത്തുനബി പറയുന്നു, നിങ്ങൾ തീക്കട്ടയിൽ പിടിച്ചതുപോലെയാകും എല്ലാ ഈ മതത്തിന് പുറത്തുള്ള മുഴുവൻ ആളുകളും. നിങ്ങളിലേക്ക് സ്റ്റോറിയുമായി വരുന്നൊരു കാലഘട്ടം വരും. നിങ്ങളെ സ്റ്റോറി പറയാൻ മറ്റുള്ളവർ പറയും. നിങ്ങൾ ചിന്തിക്കാത്തത്, മുത്തുനബി പറയാത്തത്, ഖുർആന് പറയാത്തത്, ഹദീസ് പറയാത്തത്, പണ്ഡിതന്മാര് പറയാത്തത്, പുതിയ അബദ്ധ ജടിലമായ വാദങ്ങളുമായി പല ആസാമുകാരും വരും, പല ബംഗാളികളും വരും. അതിൽ വഞ്ചിതരാകേണ്ടതില്ല. ആ സ്റ്റോറിയിൽ യഥാർത്ഥമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, ഈ സ്റ്റോറി കൊണ്ട് വർഗീയവാദികൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇത് പറയുന്നവരോട്, ഇത് പ്രചരിപ്പിക്കുന്നവരോട് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കട്ടെ, ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിന് പുറത്തേക്ക് ഒളിച്ചോടിപ്പോയ പെൺകുട്ടികളുടെ കണക്കെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ കേരളത്തിൽ 10 വർഷത്തിനിടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിമാരെ കണക്കെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഏതായിരിക്കും കൂടുതൽ ഓടിയിട്ടുള്ളത്? ഈ മുസ്ലിം സമുദായത്തിന്റെ കുട്ടികളല്ലേ ഓടിപ്പോയത്? മുസ്ലിമീങ്ങൾക്കൊരു ബേജാറുമില്ല. ഞങ്ങളൊരു സ്റ്റോറിയും ഇറക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്കതിൽ യാതൊരു പ്രയാസവുമില്ല. കാരണമോ ഇന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവനിക്ക് ഹിദായത്ത് കിട്ടുകയുള്ളൂ. ഏതെങ്കിലും പെൺകുട്ടികൾ ഓടിപ്പോയത് കൊണ്ട് നമ്മുടെ പള്ളിയുടെ മെമ്പറുകൾ അതിന് വിശദീകരണത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പള്ളിയിൽ ഒരു പ്രഭാഷണത്തിന് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരു വേദികളും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. കാരണം ഈ മതത്തിൽ ആളുകളെ വെറുതെ കൂട്ടേണ്ട മതമല്ല ഇത്. ആരെങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരേണ്ട മതമല്ല ഇത്. തൗഫീഖ് കിട്ടിയവൻ, അല്ലാഹു തൗഫീഖ് നൽകിയവർ ഈ മതത്തിലേക്ക് കടന്നു വരും. ഇന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടൂല. നമുക്ക് പറയാം, ഈ മതത്തിന്റെ സൗന്ദര്യം പറയാം, ഈ മതത്തിന്റെ സൗമാര്യത പറയാം, ഈ മതത്തിന്റെ സ്നേഹം പറയാം. ഞങ്ങൾ
നിർബന്ധിക്കുകയില്ല. കാരണം നിർബന്ധിച്ചത് കൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതുകൊണ്ട്, അവർക്ക് നസീമ എന്ന് പേര് വെച്ചത് കൊണ്ട്, അവൾക്ക് ഫാത്തിമ എന്ന് പേര് വെച്ചത് കൊണ്ട് അവൾ മുസ്ലിമാകില്ല. മറിച്ച് അവൾ പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. അവൾ പഠിച്ച് മനസ്സിലാക്കി നാവ് കൊണ്ട് പറഞ്ഞ് മനസ്സിലുറപ്പിക്കണം. വെറുതെ സോപ്പിട്ടുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞാൽ മുസ്ലിം ആകൂല. മനസ്സുകൊണ്ട് ഉറപ്പിച്ചവൾ പറയണം, അപ്പോഴേ അവൾ മുസ്ലിം ആവുകയുള്ളൂ. അല്ലാതെ നിർബന്ധിച്ചൊരാൾക്കും ഇതിലേക്കൊരാൾക്ക് കിടന്ന് നിർബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയുകയില്ല. ഇവിടെയുള്ള കേരളത്തിന്റെ തെരുവോരങ്ങളിലുള്ള റൈഷാ പീസുകളുടെ നോട്ടീസ് ബോർഡൊന്ന് പോയി നോക്കൂ. നൂറുകണക്കിന് വിവാഹ പരസ്യങ്ങൾ കാണാം. അതിലേറെയും ഉള്ളത് ഈ മതത്തിലുള്ള പെൺകുട്ടികളാണ്. ചാടിപ്പോകാൻ കൊടുക്കുന്ന പെൺകുട്ടികളുടെ പരസ്യങ്ങളാണ് റൈഷാ പീസിന്റെ നോട്ടീസുകളിലൊക്കെ ഉള്ളത്. ഇപ്പൊ ചുരുക്കി പറയുന്നത്, ഒരിക്കലും മറ്റൊരു മതത്തിൽ നിന്ന് അകാരണമായി ഒരാളെയും തട്ടിക്കൊണ്ട് വരേണ്ടതില്ല. അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്നാലോ അവർക്ക് ഈ മതത്തിൽ സ്ഥാനമില്ല. ഏറ്റവും ചുരുങ്ങിയത് ബംഗാളിൽ നിന്ന് വന്നയാള് കേരളത്തിന്റെ സ്റ്റോറി പറയുമ്പോ അയാളോട് പറയാനുള്ളത്, ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ബംഗാളികളോടൊന്ന് ചോദിക്കണമായിരുന്നു എന്താണ് കേരളം, എന്നിട്ട് എഴുതിയാൽ മതിയായിരുന്നു. ലക്ഷക്കണക്കിന് ഇന്ത്യ രാജ്യത്ത്, ഈ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളുള്ള ആളുകൾ ഇവിടെ, അവർ ഗൾഫ് പോലെ ജോലി ചെയ്യുന്നുണ്ട് ഈ രാജ്യത്ത്. അവർ നാട്ടിലേക്ക് പോകുമ്പോൾ ഗൾഫിൽ നിന്ന് പ്രവാസികൾ പോകുന്നത് പോലെയാണ് പോകുന്നത്, സന്തോഷവാന്മാരായി. എത്ര സ്നേഹത്തോടെയാണ്, എത്ര സൗമാര്യതയോടെയാണ് ആ ഇതര സ്റ്റേറ്റുകളിലുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നത്. ബംഗാളികൾ ഇവിടെ ജോലി ചെയ്യുന്നത്, ആസാമികൾ ജോലി ചെയ്യുന്നത്, ബീഹാറികൾ ജോലി ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരോടൊന്ന് ചോദിച്ചിട്ടായിരിക്കണമായിരുന്നു ഇവിടെ സ്റ്റോറി എഴുതേണ്ടുന്നത്. ആരെങ്കിലും വന്നാൽ തകർക്കപ്പെടാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദമെന്നു ഞാൻ തൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഹൈന്ദവരെ, പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ, നമുക്ക് മതത്തിനൊരു നിയമമുണ്ട്. ആ മതത്തിന്റെ നിയമമനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം ഒരു മതത്തിന്റെ ആരാധനകൾക്കും എതിരല്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം പോലുള്ള ജനാധിപത്യ രാജ്യത്ത് അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അവരവരുടെ മതത്തിന്റെ തത്വസംഹിത അനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം ഇവിടത്തെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആ പ്രതീക്ഷിക്കുകയാണ്. മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹ് അവരുടെ മദ്ഹ് നമുക്കൊരൽപ്പം പറഞ്ഞ് തങ്ങൾ വരുന്നതോടുകൂടെ ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കേളിമികന്തുള്ള തറ പാടതവരെ കേമരം ഉലമാക്കൾ പിറന്നതവിടെ, കേരള നാടകമശൂഹൂറതവിടെ, ചിറ്റടിമീത്തൽ തറവാടെന്നതവിടെ, ചിറ്റടിമീത്തൽ തറവാടെന്നതവിടെ. കേളിമികന്തുള്ള തറവാടതവര് കേമരം ഉലമാക്കൾ പിറന്നതവിടെ, കേരള നാടാകെ മശൂഹൂറതവിടെ, ചിറ്റടിമീത്തൽ തറവാടെന്നതവിടെ, ചിറ്റടിമീത്തൽ തറവാടെന്നതവിടെ. സൂഫിയായ കുഞ്ഞിമാഹിൻ മഹാനവർ, സൂക്ഷ്മതയേറെ നിറഞ്ഞ പണ്ഡിതരവർ, ഖുതുബുൽ ആലമിൻ ജദ്ദായ വന്യ പണ്ഡിതർ, ഖുദ്റത്തുടയോന്റെ ഫളല് കിട്ടിയോരവർ, ഖുദ്റത്തുടയോന്റെ ഫളല് കിട്ടിയോരവർ. കേളിമികന്തുള്ള തറവാടതവര് കേമരം ഉലമാക്കൾ പിറന്നതവിടെ, കേരള നാടാകെ മശൂഹൂറതവിടെ, ചിറ്റടിമീത്തൽ തറവാടെന്നതവിടെ, ചിറ്റടിമീത്തൽ തറവാടെന്നതവിടെ. വട്ടം ഹജ്ജിന് നടന്നു പോയ പണ്ഡിതർ, തിരുത്വ തങ്ങൾ
കഥകളെ സവിധം ചെന്ന പണ്ഡിതർ കുഞ്ഞിമാഹിൻ കോയം മുസ്ലിയാരെ പിതാവ് ഖുതുബുൽ ആലമിൻ ജദ്ദായ സൂഫിയാണവർ ഖുതുബുൽ ആലമിൻ ജദ്ദായ സൂഫിയാണവർ മികന്തുള്ള തറവാടവര് കേമരം ഉലമാക്കൾ പിറന്നതവിടെ കേരള നാടാകെ മശഹൂറതവിടെ ചിറ്റടി മീത്തൽ തറവാടെന്നതവിടെ ചിറ്റടി മീത്തൽ തറവാടെന്നതവിടെ സിയം ബഹുമാനപ്പെട്ടവർ ഒരാൾ പെട്ടെന്നങ്ങ് വലിയാവുകയില്ല. ആരെങ്കിലും അങ്ങ് പറയുമ്പോഴേക്ക് കണ്ടീഷൻ പോകരുത്, അനക്കുമ്പോ പ്രശ്നം വരും. മഹാനായ സിയം വലിയ മഹാന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഭൂമി ലോകത്തേക്ക് യാത്രയാക്കുമ്പോൾ തന്നെ അവരുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ, അവരുടെ ജനനം പരിശോധിക്കുമ്പോൾ തന്നെ പ്രത്യേകതകൾ ഉണ്ടാകും. അങ്ങനെയാണ് മുൻഗാമികളുടെ ചരിത്രത്തിലുള്ളത്. അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അടയാളങ്ങൾ കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിൽ തന്നെ എന്തൊരു അത്ഭുതമാണ്. ഇബ്രാഹിം നബി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ രാജാക്കൾക്ക്, അക്രമികളായ നമ്രൂദ് അടക്കമുള്ള രാജാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ ജനനത്തിന് സൂചന നൽകുകയാ. ഭയങ്കര രാജാവ്, ഇന്നി അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് വലിയ റബ്ബ് എന്ന് വാദിക്കുന്നവനാണ് നമ്മൾ. അവന്റെ അടയിലേക്ക് നേരം പോക്കൽ എന്നൊരു സ്വപ്നം കണ്ടിട്ടാകെ ഭയന്നു. നേരറിയാൻ ആളുകളേറെ കൂടുന്നു. മാഞ്ഞു കഴിഞ്ഞ് മാനത്തമ്പിളി മാറി നിന്നതിനാലെ കാഞ്ഞ മനസ്സിൻ വേദന ചൊല്ലിക്കേഴുന്നു. കാഞ്ഞ മനസ്സിൻ വേദന ചൊല്ലിക്കേഴുന്നു. ഇങ്ങനെ ഭരിക്കുകയാണ്. ഇനി ഞാൻ റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ്, എന്നേക്കാൾ വലിയ റബ്ബില്ല. നമ്രൂദിന്റെ വാദമാണ്. അപ്പോഴാണ് നമ്രൂദ് ഒരു സ്വപ്നം കാണുന്നത്. വലിയ സംഭവമാണ്. സൈം വലിയുള്ളാന്റെ ജീവചരിത്രം പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ. തങ്ങൾ ഇപ്പം ഇങ്ങോട്ട് കരന്നു വരുമ്പോൾ നമുക്ക് നിർത്തേണ്ടതുണ്ട്. സൈം വലിയുള്ളാന്റെ ചരിത്രങ്ങളും സുബ്ഹാനല്ലാഹ്, ഇന്ന് കുറെ വ്ളോഗർമാരുണ്ട്. ഒരു ഫാത്തിഹ ഓതാനോ ഒരു ഹർഫ് ഒന്നും അറിയൂല. പൊന്മള ഉസ്താദ് എന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട പകരുസ്താദ് എന്ന് പറഞ്ഞു. അവർ വർഷങ്ങളോളം കിതാബോധി പഠിച്ച വലിയ ഫഖീഹായ ആലിമീങ്ങളെ പ്രഭാഷണം ഇങ്ങനെ ഇടും. എന്നിട്ട് ഇവൻ ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കും. ഇവനിക്കൊരു ഹർഫ് അറിയൂല. എന്നിട്ട് സിയം വലിയുള്ളാനെ കുറിച്ച് പറയുമ്പോ, പൊന്മള ഉസ്താദ് പറയുമ്പോ, ബഹുമാനപ്പെട്ട പേരുൾ ഉസ്താദ് പറയുമ്പോ, പകരുസ്താദ് പറയുമ്പോ അവരെ പരിഹസിക്കുകയാണ്. ഈ ഹമക്കിന് എന്തെങ്കിലും അറിയൂ? ഈ ഹമക്കിന് എന്താണ് വലിയെന്നറിയോ? ആരാണ് സിയം വലിയുള്ളതെന്നറിയോ? അവന്റെ നമ്പറും ഉണ്ടാവൂല, വിളിച്ചാലൊട്ട് കിട്ടുകയില്ല. ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വരുമോ? ആരാണ് വലിയെന്നറിയുമോ? എന്താണ് കറാമത്തെന്നറിയോ? ഇവനിക്ക് എന്തിനും വ്യൂസ് കിട്ടണം, എന്നിട്ട് അതിന്റെ പൈസ കിട്ടണം, എന്നിട്ട് ഇങ്ങനെ തലകുലുക്കിട്ട് ഹഹഹാന്ന് പറയും ചൊരുക്കും. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാന്റെ കറാമത്ത്, ഹജാ തങ്ങളെ കറാമത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുമ്പോൾ അവരെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷിക്കുന്ന കുറെ ആലിമീങ്ങളുടെ പച്ചമാംസം യൂട്യൂബിലൂടെ കഴിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ രാജ്യം. അത് കണ്ട് നിങ്ങൾ നമ്മളാൾ അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കരുത്. അവരങ്ങനെയുണ്ടെങ്കിൽ മഹാനായ പൊന്മള ഉസ്താദ് ആരാണ്? 4 മദ്ഹബും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പണ്ഡിതരല്ലേ? ബഹുമാനപ്പെട്ട മൗലാന പേരൂർ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട മാദിഹുർ റസൂൽ പകര ഉസ്താദ് എത്രയോ വലിയ പണ്ഡിതരാണ്. അവരെയാണ് ഈ ജാഹില് പറയണത്. ഓതൊടുക്കാൻ അറിയില്ല അവനിക്ക്, ഫാത്തിഹ ഓതാൻ എനിക്കറിയില്ല. എന്നാൽ പകര ഉസ്താദും പൊന്മള ഉസ്താദും ഒക്കെ പറയുമ്പോ ഈ ജാഹിലിന് അങ്ങനെ തന്നെ പറയാം. ഈ ഫിത്തനയുണ്ടാക്കുന്ന ആളുകൾക്ക് ഈ പൊന്മള ഉസ്താദിന്റെ അടുത്തുനിന്ന് പോയിക്കൂടെ?
ഈ പകരുസ്താദിന്റെ അടുത്തൊന്ന്, അവർ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, പേരുസ്താദിന്റെ അടുത്തൊന്ന് പോയിക്കൂടെ? അവർ ഈ കറാമത്ത് പറയുമ്പോ അതിന് ഖുർആനിന്റെ പിൻബലമുണ്ടോ, അതിന് ഹദീസിന്റെ പിൻബലമുണ്ടോ എന്നൊന്ന് ചോദിക്കാതെ, ഒരു വിവരവുമില്ലാതെ കറാമത്ത് നിഷേധിക്കുകയാ, ആലിമീങ്ങളെ പരിഹസിക്കുകയാ. ഈ സംസാരവും നമ്മുടെ മുഹ്സിന്റെ ലൈവ് വഴി നൂറുകണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ മുഫ്തിനീങ്ങളായ ആളുകളും കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ചാനലിൽ, ഈ പരിപാടിയിൽ സാധുവായ എന്റെ നമ്പർ ഉണ്ടാകും. ഞാൻ പാലക്കാട്ടുകാരനടക്കം ആലപ്പുഴക്കാരടക്കമുള്ള കള്ള ബ്ലോഗർമാരോട് ഞാൻ പറയട്ടെ, എന്റെ നമ്പർ ഈ ചാനലിൽ ഉണ്ടാകും. നിങ്ങൾക്കൊന്ന് നേരിട്ട് വരാമോ? നമ്മൾക്കൊന്ന് ഒന്നിച്ചിരിക്കാം. ആരാണ് CM വലിയുള്ള, ആരാണ് ഹാജാ തങ്ങള്, ആരാണ് ഇബ്രാഹിം ബാദുഷാ തങ്ങള്, ഒന്നിച്ചിരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ബഹുമാനപ്പെട്ട പകര ഉസ്താദ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട പേരൂട് ഉസ്താദ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞ കറാമത്ത് എന്താണ്? ആരാണ് വലിയ? അങ്ങനെ കറാമത്ത് ഉണ്ടാകുമോ? അതൊന്ന് ചർച്ച ചെയ്യാൻ നിങ്ങളൊന്ന് തയ്യാറാകണമെന്ന് ഈ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ നമ്പർ എല്ലാവർക്കും അറിയാം. എന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ അറിയാം, എന്റെ യൂട്യൂബ് പരിശോധിച്ചാൽ എന്റെ നമ്പർ യഥേഷ്ടം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നമ്പർ എടുത്തിട്ട് ഇതിൽ സംശയമുള്ളവരൊന്ന് വിളിക്കണേ. ബഹുമാനപ്പെട്ട പേരൂട് ഉസ്താദിന്റെ അടുത്ത്, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ അടുത്ത്, ബഹുമാനപ്പെട്ട പകര ഉസ്താദിന്റെ അടുത്ത് എന്റെ ചെലവിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അന്യമതസ്ഥരായ ആളുകളിടയിൽ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും കരിവാരിത്തേക്കാൻ കാണിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കൂട്ടുനിന്ന് പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ CM വലിയുള്ള, അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനത്തിന് മുമ്പ് തന്നെ അവിടെ നിന്ന് അതിന്റെ സിഗ്നൽ കൊടുക്കുകയാണ്. നമ്രൂദ് ഒരു സ്വപ്നം കണ്ടു, ആകാശത്തു നിന്നൊരു നക്ഷത്രം ഭൂമിയിൽ അവതരിക്കുകയാണ്. വലിയ സംഭവമാണ്. ആ നക്ഷത്രമാകെ പ്രകാശം വരും. ഇത് നമ്രൂദ് കണ്ടപ്പോ പേടിയായി. സ്വപ്നത്തിൽ പ്രത്യേകമായി വിശ്വാസമുള്ള ആളുകളാണവർ. കൊട്ടാര പണ്ഡിതന്മാരൊക്കെ വിളിച്ചു വരുത്തി. അപ്പോ അവരോട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോ കൊട്ടാര പണ്ഡിതന്മാർ, ഓ രാജാവേ, നിങ്ങളെ ഭരണം അവസാനിക്കാൻ പോകുന്നുണ്ട്, ഒരു കുട്ടി ഇവിടെ ജനിക്കാൻ പോകുന്നുണ്ട്, അവർ ഭരണം ഏറ്റെടുക്കും. അല്ലാഹു സുബ്ഹാനല്ലാഹ്, ഫിർഔനിന് ബേജാറായി. വലിയ സംഭവം ചുരുക്കട്ടെ, പെട്ടെന്ന് അവൻ ഉത്തരവിടുകയാണ്, ഇനി ഒരൊറ്റ ആൺകുട്ടി ഇവിടെ ജനിക്കാൻ പാടില്ല, ജനിച്ചാൽ കൊന്നുകളയണം. രാജാവിന്റെ ഓർഡറാണ്. സുബ്ഹാനല്ലാഹ്, ഈ രാജാവിന്റെ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ. ഈ ചുമതല ആർക്കാനുള്ളത്? എവിടെയെങ്കിലും ആൺകുട്ടികൾ ജനിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ചുമതല ഇബ്രാഹിം നബിന്റെ ഉപ്പാക്കാനുള്ളത്. ഇബ്രാഹിം നബിന്റെ ഉമ്മയും ഉപ്പയും ബന്ധപ്പെട്ടു. ഇബ്രാഹിം നബിന്റെ ഉമ്മ ഗർഭിണിയായി. ഇബ്രാഹിം നബിന്റെ വാപ്പ വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറഞ്ഞു, പ്രശ്നമായിട്ടോ, എന്തേ? ഞാൻ ഗർഭിണിയാണ്. ഇബ്രാഹിം നബിന്റെ ഒപ്പം ഞെട്ടി. എന്താ ചെയ്യാ? ഇത് കൊല്ലാനേൽപ്പിച്ച ആളാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം നോക്ക്. ഇബ്രാഹിം നബിന്റെ ഉമ്മ ഗർഭിണിയാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. വയറ് വീർത്തിട്ടില്ല. അള്ളാന്റെ പണിയതാ. അപ്പൊ സമാധാനമായി രണ്ടുപേർ. ഏതായാലും അറിയൂലല്ല ആർക്കും. പ്രസവിക്കും, നമുക്ക് എന്തിനും ചെയ്യാം, കുട്ടിനെ കൊന്നുകളയാം. വലിയ സംഭവമാണ്. ഞാൻ വലിയ സംഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ മാസങ്ങൾ കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, പ്രസവത്തിന്റെ സമയമായപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയെ ഇബ്രാഹിം നബിന്റെ ഉപ്പ എന്ത് ചെയ്തു? ഇറാന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള മുറക്ക എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയൊരു ഗുഹയിൽ എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, പ്രസവിച്ചാ നീ ഈ കുട്ടിനെ കൊന്നു കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്നത്. പോന്ന് പ്രശ്നം കഴിഞ്ഞില്ല. പ്രസവിക്കേണ്ട സമയമെത്തി. ഇബ്രാഹിം നബിക്ക് ജന്മം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി ഉമ്മണ്ടോ കൊല്ലുക? നോക്കുമ്പോ നല്ലൊരു കുട്ടി, പ്രകാശം തുളുമ്പുന്ന നല്ലൊരു കുട്ടി ജനിക്കുകയാണ്. കൊല്ലാൻ തോന്നുന്നില്ല. ഇബ്രാഹിം നബിന്റെ വാപ്പ ചെന്നു, എന്തേ നീ കൊന്നു കളഞ്ഞോ? എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല, നിങ്ങൾ വേണി കൊന്നോളൂ. എന്തൊരു മോനാണിത്. അപ്പൊ ഇബ്രാഹിം നബിന്റെ വാപ്പ അങ്ങനെ എത്തി നോക്കിയപ്പോ നല്ലൊരു കുട്ടി, അയാൾക്കും തോന്നില്ല, ഇതിപ്പോ അങ്ങനെ കൊല്ലുക. അള്ളാഹുവിന്റെ തീരുമാനമാണ്.
അപ്പൊ അവര് വേറൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? മുല കൊടുക്കണ്ട, വെള്ളം കുടിക്കാണ്ട് ചെത്തയിക്കോട്ടെ. അങ്ങനെ നമ്മൾ കൊല്ലണ്ട, പടച്ച റബ്ബ് വിടോ. തൻവീരൽ ചുണ്ടത്തും നൂറും പലവിധ തേനാലും പാലാലും കൗതുകം പൊന്നണിഞ്ഞിടുമ ഉമ്മയിൽ സന്ദേശം ചെന്ന് മൊഴിഞ്ഞാനേ. തൻവീരൽ ചുണ്ടത്തും നൂറും പലവിധ തേനാലും പാലാലും കൗതുകം പൊന്നണിഞ്ഞിടുമ ഉമ്മയിൽ സന്ദേശം ചെന്ന് മൊഴിഞ്ഞാനേ. പാല് കൊടുത്തില്ല. ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുക്കുന്ന മുഅ്ജിസത്ത് കണ്ടോ? ചെറുപ്പത്തിൽ തന്നെ തന്റെ വിരല് വായിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇബ്രാഹിം നബി വിരലിങ്ങനെ ചപ്പാൻ തുടങ്ങി. ആ വിരലിന്റെ ചുണ്ടത്ത് നിന്ന് തൻവീരൽ ചുണ്ടത്ത് നൂറും പലവിധ തേനാലും പാലാലും കൗതുകം പൊന്നണിഞ്ഞിടുമ ഉമ്മയിൽ സന്ദേശം ചെന്ന് മൊഴിഞ്ഞാനേ. ഇബ്രാഹിം നബി ആ വിരലിങ്ങനെ ചപ്പുമ്പോ വിരലിന്റെ ചുണ്ടത്ത് നിന്ന് തേനിനേക്കാളും പാനിനേക്കാളും മധുരമുള്ള ഒരു ദ്രാവകമല്ല കൊടുക്കുകയാ. ഇബ്രാഹിം നബി വളരുകയാ. ദിവസങ്ങൾക്ക് ആഴ്ചയുടെ വളർച്ച, ആഴ്ചങ്ങൾക്ക് മാസങ്ങളുടെ വളർച്ച ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ ആ ഇബ്രാഹിം നബിയുടെ സംഭവം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അല്ലാഹു തആല മുൻകൂട്ടി ജനിക്കുന്ന അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ ജനനത്തിന് മുമ്പ് തന്നെ സിഗ്നൽ കൊടുക്കുകയാണ്. അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവും. നമ്രൂദിന്റെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനനം, അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവും അങ്ങനെ തന്നെയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമയത്തും ഒരു പിതാവില്ലാതെ ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവി അതാ ഗർഭം ചുമക്കുകയാ. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ പ്രതിപുരുഷന്മാരുടെ പരിഷ്കർത്താക്കളുടെ ജനനത്തിലും അല്ലാഹു തആല അങ്ങനെ കൊടുക്കും. അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വരുമ്പോൾ, അല്ലേ? ഗർഭത്തിലാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. അമ്പിയാക്കളുടെ വരവിനെ സിഗ്നലുകൾ അല്ലാഹു കൊടുത്തതുപോലെ ഔലിയാക്കളുടെ ജനനത്തിലും അങ്ങനെ തന്നെയാണ്. റിഫായിമാർ സുന്നികളോടാണ് പറയുന്നത്, കള്ള വഹാബികളോടല്ല പറയുന്നത്, മൗദൂദികളോടല്ല പറയുന്നത്. ഒരു വിവരവുമില്ലാതെ ഔലിയാക്കളെ തള്ളിപ്പറയുന്ന വഹാബികളോടോ തബ്ലീഗുകാരനോടോ ജമാഅത്തുകാരനോടോ അല്ല പറയുന്നത്, സുന്നികളോടാണ് പറയുന്നത്. വേണമെങ്കിൽ വിശ്വസിച്ച സുന്നികൾക്ക് ഒരു വിശ്വാസം, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൽ കൈയിടാൻ ഞങ്ങളും വരുന്നില്ല. പക്ഷെ ആലിമീങ്ങളെ തെറി പറയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, ഔലിയാക്കളെ തള്ളി പറയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ജനനം ഗർഭത്തിലാണ്. റിഫായിമാല മറിച്ചു. അതിൽ കാണാം, മകനോ മകളല്ല ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ ചൊല്ലോവാർ അല്ലാഹ് പേരും പുതിയും സോലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബ. ശൈഖിന്റെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് വയറ്റിൽ മുട്ടിയിട്ട് ചോദിക്കുകയാണ് ഉമ്മ, മകനോ മകളെന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ ചെന്നോവർ. വയറ്റിൽ നിന്ന് ചോദിക്കുക, മകനാണോ മകളാണോ എന്ന് ചോദിച്ചപ്പോ വയറ്റിൽ നിന്ന് മറുപടി, മകനാണ് അഹ്മദുൽ കബീർ ചെന്നോവർ. വയറ്റിൽ നിന്ന് മറുപടി പറയാം. ഇബ്രാഹിം നബിയുടെ റിഫായി ശൈഖിന്റെ ജനനത്തിന് മുമ്പ് പറയുകയാണ്. ഇങ്ങനെ എത്ര ഹാജാ തങ്ങൾ വരുന്നതിന്റെ മുമ്പ്, ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ അജ്മീറിലേക്ക് വരുന്നതിന്റെ പൃഥ്വിരാജൻ സ്വപ്നം കാണുകയാണ്, ഇങ്ങനൊരു മഹാത്മാവ് വരാനുണ്ട്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കിടക്കുകയില്ല. എല്ലാ പരിഷ്കർത്താക്കളും എല്ലാ പണ്ഡിതന്മാരും വരുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ അടയാളങ്ങൾ കാണിക്കുന്നു. എന്നാൽ നമ്മുടെ കഥാപുരുഷൻ ബഹുമാനപ്പെട്ട സിയം വലിയുള്ള കേളി മികന്തുള്ള തറ പാടതവരെ മക്കൾ പിറന്നത വീടേ കേരള നാടാകെ മശൂറത വീടേ ചിറ്റടി മീത്തൽ തറവാടെന്നത വീടേ
ഉലമാക്കൾ പിറന്നതവിടെ കേരള നാടാകെ മശഹൂറതവിടെ ചിറ്റടി മീത്തൽ തറവാടെന്നതവിടെ ചിറ്റടി മീത്തൽ തറവാടെന്നതവിടെ സാധാരണ കുടുംബത്തിലല്ല സിയം വലിയുള്ളാഹി ജനിക്കുന്നത്. അത് പ്രാമാണികമായി മുൻപേ തന്നെ ആലിമീങ്ങളുടെ, സൂഫിവര്യന്മാരുടെ, ഔലിയാക്കളുടെ, പണ്ഡിതന്മാരുടെ, ആബിദീങ്ങളുടെ തറവാട്ടിൽ നിന്നോട് ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയുടെ വല്ലിപ്പ കുഞ്ഞിമാഹിൻ മുസ്ലിയാർ മടവൂര് പള്ളിയുടെ മിഹ്റാബിന്റെ ഇടതുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്നു. പള്ളിയുടെ ഉള്ളിലായി ബഹുമാനപ്പെട്ടവരുടെ പേരമകനാണ് സിയം വലിയുള്ള. ആരാണ് സിയം വലിയുള്ളാന്റെ വാപ്പ വല്ലിപ്പ? കേരളത്തിൽ നിന്ന് 2 തവണ നടന്ന് ഹജ്ജിന് പോയ മഹാനാണ്. ചെറിയ ആളല്ല. കേരളത്തിൽ നിന്നു സിയം വലിയുള്ളാന്റെ വല്ലിപ്പ 2 തവണ ഹജ്ജിന് നടന്നു പോയവർ. 2 വട്ടം ഹജ്ജിന് നടന്നു പോയ പണ്ഡിതർ, തിരുത്താഹ തങ്ങളെ സവിധം ചെന്ന പണ്ഡിതർ, മാഹിൻ കോയ മുസ്ലിയാർ പിതാമഹാനവർ, ഖുതുബുൽ ആലമിൻ ജദ്ദായ സൂഫിയാണവർ, ഖുതുബുൽ ആലമിൻ ജദ്ദായ സൂഫിയാണവർ. സിയം വലിയുള്ളാന്റെ വല്ലിപ്പ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്. അവരുടെ മകൻ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ മകനാണ് നമ്മുടെ കഥാപുരുഷൻ സിയം വലിയുള്ള. അപ്പൊ വലിയ ഒരു തറവാട്ടിൽ നിന്ന്, വലിയ സൂഫിയാക്കളുടെ തറവാട്ടിൽ നിന്ന്, ആലിമീങ്ങളുടെ തറവാട്ടിൽ. ഇനി സിയം വലിയുള്ളാന്റെ വാപ്പയോ? അവരും ചെറിയ ആളല്ല. കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ തന്നോടെ ദാമ്പത്യ വല്ലരി വീടുള്ള അവരിൽ സൗജത്ത് 2 പേർ ഉണ്ടാകുന്നേ. മുസ്ലിയാർ തന്നോടെ ദാമ്പത്യ വല്ലരി വീടുന്നേ അവരിൽ സൗജത്ത് 2 പേർ ഉണ്ടാകുന്നേ. ആയിഷ ചുമ്മ ഭാര്യയ മഹദി ബീവിയുള്ളോരും സൗജത്താണ്. ഇരുവരും ഭാഗ്യം നീറഞ്ഞ മഹദികളാണ്. മുസ്ലിയാർ തന്നോടെ ദാമ്പത്യ വല്ലരി വീടുന്നേ അവരിൽ സൗജത്ത് 2 പേർ ഉണ്ടാകുന്നേ. ആയിഷ ചുമ്മ ഗർഭം ദായിക്കുന്ന സന്തോഷ ആളുകൾ വീടുന്നേ. അന്ന് മാതാപിതാക്കൾ സന്തോഷിക്കുന്നേ. മുസ്ലിയാർ തന്നോടെ ദാമ്പത്യ വല്ലരി വീടുന്നേ അവരിൽ സൗജത്ത് 2 പേർ ഉണ്ടാകുന്നേ. വലിയുള്ളാന്റെ വാപ്പ 2 വിവാഹം കഴിച്ചു. ഒന്ന് ആയിഷ ഹജ്ജുമ്മയാണ്, മറ്റൊന്ന് ബീവി എന്നവരാണ്. നമ്മുടെ കഥാപുരുഷൻ സിയം വലിയുള്ള ജനിക്കുന്നതോ ആയിഷ ഹജ്ജുമ്മയിലാണ്. സുബ്ഹാനല്ലാഹ്, ആയിഷ ഹജ്ജുമ്മ ഗർഭം ധരിക്കുമ്പോ സിയം വലിയുള്ളാന്റെ വാപ്പ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ മക്കത്തേക്ക് ഹജ്ജിന് പോവുകയാ. മക്കത്തേക്ക് ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന്റെ അമലുകളൊക്കെ നിർവഹിച്ച് ഹബീബായ സയ്യിദുൽ വജൂദ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തു. അവർ അവിടെ നിന്ന് ഹറമിൽ നിന്നൊരു സ്വപ്നം കാണുകയാണ്. കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരേ, നിങ്ങൾക്കൊരു മകൻ ജനിക്കുന്നുണ്ട്. അത് വലിയ പണ്ഡിതനാണ്, സൂഫിയാണ്, സാഹിദാണോ? അതെ, ഇതൊക്കെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ മൗലിദിൽ ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിയം വലിയുള്ളാന്റെ മൗലിദ് നമ്മൾ ഓതുന്നില്ലേ, അതിലൊക്കെ ഈ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. സിയം വലിയുള്ളാന്റെ വാപ്പ മക്കത്ത് നിന്ന് സ്വപ്നം കാണുന്നു. പറയുന്ന ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നത്, മഹാനാണ്. അവർ ജനിച്ചാലോ അവർക്ക് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെക്കണം. മക്കത്ത് നിന്ന് കാണുന്ന ആ സ്വപ്നത്തിലതാ സിയം വലിയുള്ളാക്കിടന്റെ പേര് വരെ പറഞ്ഞു കൊടുക്കുകയാണ്. സിയം വലിയുള്ളാന്റെ മൗലിദ് മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, മക്കയിൽ നിന്ന് ഈ സ്വപ്നം കണ്ടു. അങ്ങനെ മക്കയിൽ നിന്ന് അവർ തിരിച്ചു വരികയാണ്. സിയം വലിയുള്ളാന്റെ വാപ്പ നല്ല വാഇദാണ്, നല്ല വഅദ് പറയുന്ന ആളാണ്. പല സ്ഥലങ്ങളിലും വഅദ് പറയാൻ പോകുന്ന ആളാണ്. ഞാൻ വിശദീകരണം ചുരുക്കി അങ്ങ് പറയാൻ. ഹറമിൽ നിന്നവരല്ല തിരിച്ചു വന്നേ, ഒരു നല്ല വാഇദാണ്, മഹാനുമല്ല പോകുന്നു വഅദില്ലായി അവരുമന്ന്. തിരിച്ചു വന്നേ, ഒരു നല്ല വാഇദാണ്, മഹാനുമന്ന് പോകുന്നു വഅദിനായി അവരുമന്നേ. സദസ്സിൽ ചെന്ന് കയറിയ നേരം മഹാനായുള്ളൊരു താരം വലിയായി വലത് പിറന്നിട്ടുണ്ട്. ഉടനടി വീട്ടിലേക്ക് തിരിച്ചിടുന്നേ, കാണുന്നു സുമുഖനാം മകനെ എന്നേ. തിരിച്ചു വന്നേ, ഒരു നല്ല വാഇദാണ്, മഹാനുമന്ന് പോകുന്നു വഅദിനായി അവരുമന്നേ. ഉടനടി ഞണ്ടാടിയിലവരെത്തി ശൈഖവരോട് കാര്യമുരത്ത്, കേട്ടവർ നാമം അവരുമുരത്ത്. ഇസ്മ മുഹമ്മദ് അബൂബക്കർ എന്നവരും മോദി, മക്കയിൽ കണ്ട നാമം ഇതാണെന്നോദി. തിരിച്ചു വന്നേ, ഒരു നല്ല വാഇദാണ്, മഹാനുമന്ന് പോകുന്നു വഅദിനായി അവരുമന്നേ. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാന്റെ വാപ്പ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാര് മക്കത്ത് നിന്ന് അങ്ങനെ സ്വപ്നം കണ്ടു. അങ്ങനെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ഭാര്യക്ക് പ്രയാസങ്ങളൊന്നുമില്ല. ഗതാ പ്രസവത്തിന്റെ സമയമാണെങ്കിലും താൻ പ്രഭാഷണമേറ്റൊരു സ്ഥലത്തേക്ക് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാര് പോയി. സ്റ്റേജിലേക്ക് കയറുമ്പതാ ഒരു നല്ലൊരു മനുഷ്യൻ, അതാ നല്ല മുത്തഖിയായ മനുഷ്യൻ സിയം വലിയുള്ളാന്റെ വാപ്പോട് പറയുകയാ, നിങ്ങൾക്ക് നല്ല വലിയലിന്റെ വർത്തബയിൽപ്പെട്ട ഒരു മകൻ പിറന്നിട്ടുണ്ടേ. വാഴ് കഴിഞ്ഞ് ഉടനെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ അതാ സുന്ദരനും സുഭകവനായ ഒരു മകൻ, ഒരാൺകുട്ടി ജനിച്ചിരിക്കുകയാണ്. നോക്കൂ, വെറുതെ അല്ല സിയം വലിയുള്ളാനൊക്കെ നമ്മളിങ്ങനെ മൗലിദ് നടത്തി മധുഹു പറഞ്ഞ് കറാമത്ത് പറഞ്ഞ് ഒരു ചെറിയ ആളായത് കൊണ്ടല്ല. ഈ സംഭവങ്ങളൊക്കെ ശരിയാണോ എന്ന് പഠിക്കാൻ ആൺകുട്ടികളുണ്ടോ ഒന്ന് വന്ന് അന്വേഷിക്കൂ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊന്ന് പഠിക്കൂ. വെറുതെ അങ്ങോട്ട് അടിച്ചു വിടുകയല്ല, വെറുതെ അങ്ങോട്ട് അടിച്ചു വിടുന്നല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ വരും, ഇല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കും, ഉണ്ട് എന്ന് നിങ്ങൾ സമർത്ഥിക്കാം, അതിന്റെ ദലീലുകൾ പറയാം. അല്ലാതെ വെറുതെ പൊട്ടീസാക്കിയല്ല വേണ്ടത്. ഞങ്ങൾ വിളിക്കുന്നു സ്നേഹത്തോടെ, ഈ പറയുന്ന സംഭവങ്ങൾ ഇല്ല എന്ന് നിങ്ങളൊന്ന് സമർത്ഥിക്കൂ, ഉണ്ട് എന്ന് തെളിവുകളിലൂടെ ഞങ്ങളും പറയാം. എന്നിട്ടല്ലേ പരിഹസിക്കേണ്ടത്. ഒരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം പഠിച്ചിട്ടല്ലേ പറയേണ്ടത്. ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ,
സിയം വലിയുള്ളാന്റെ വാപ്പ ആ വഅലിന്റെ സദസ്സിൽ ഒരു മഹാൻ പറഞ്ഞു, വേഗം വീട്ടിലേക്ക് പോയി, നല്ല വലിയിന്റെ മഖാമിലുള്ള ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഓടിച്ചെന്ന് നോക്കുമ്പോ ആരാണ്? നല്ലൊരു കുട്ടി. സുബ്ഹാനല്ലാഹ്, സിയം വലിയുള്ളാന്റെ ശൈഖാരാണ്, ബഹുമാനപ്പെട്ട ഞണ്ടാട് ശൈഖ് അവറുകളാണ്. ഞണ്ടാട് ശൈഖ് അവറുകൾ അടുത്തേക്ക് ഓടിപ്പോയി അവരോട് വിവരം പറഞ്ഞു. മക്കയിൽ കണ്ട സ്വപ്നവും പറഞ്ഞിട്ടില്ല, വയലിന് പോയപ്പോ പറഞ്ഞ വിഷയവും പറഞ്ഞിട്ടില്ല. ഞണ്ടാട് ശൈഖരോട് പറഞ്ഞു, ഓ ശൈഖ് അവറുകളെ, എനിക്ക് നല്ലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഉടനെ അവിടെ നിന്ന് പറഞ്ഞു, നാമം ഇസ്മ അബൂബക്കർ, ഇസ്മ മുഹമ്മദ് അബൂബക്കർ. ഞണ്ടാട് ശൈഖും പറഞ്ഞത് ഈ പേര് തന്നെ, മക്കത്ത് നിന്ന് കണ്ട സ്വപ്നവും അത് തന്നെ. അങ്ങനെ സിയം വലിയുള്ളാക്ക് ബഹുമാനപ്പെട്ട അവർക്ക് പിതാവ് ഇസ്മ മുഹമ്മദ് അബൂബക്കർ എന്ന് പേറി വെക്കുകയാണ്. അങ്ങനെയാണ് സിയം വലിയുള്ളാന്റെ ജനനം. പോരാ, പുണ്യ റബീഇന്റെ 12 പിറന്നുള്ള മാസമില് വന്നല്ലോ സിയം മഹാനവര്, പോരീശയേറിയ ബഹുമാന്യരേ. പുണ്യ റബീഇന്റെ 12 ത്വഹ പിറന്നുള്ള മാസമില് വന്നല്ലോ സിയം മഹാനവര്, പോരീശയേറിയ ബഹുമാന്യരേ. മുത്തു റസൂലിന്റെ മാസമില സിയം വലിയോർ വന്നതതില, സുൽത്താനാം റബ്ബിന്റെ ഗുണമതില, സുഹൃതം നിറഞ്ഞുള്ള വലിയവരാ. പുണ്യ റബീഇന്റെ 12 ത്വഹ പിറന്നുള്ള മാസമില് വന്നല്ലോ സിയം മഹാനവര്, പോരീശയേറിയ ബഹുമാന്യരേ. ബാല്യത്തിലത്ഭുതം കാണിച്ചോരേ, ഇലാഹിൻ വഴിയിൽ പിറന്നവരെ, മാതാപിതാക്കൾക്കും അത്ഭുതമാം അമരും നിങ്ങ് തരാനുരത്തേ. റബീഇന്റെ 12 ത്വഹ പിറന്നുള്ള മാസമില് വന്നല്ലോ സിയം മഹാനവര്, പോരീശയേറിയ ബഹുമാന്യരേ. മുത്തു റസൂലിന്റെ മാസമില സിയം വലിയോർ വന്നതതില, റബ്ബ് കനിഞ്ഞ മഹാനവരാ, സുഹൃതം നിറഞ്ഞുള്ള വലിയവരാ. പുണ്യ റബീഇന്റെ 12 ത്വഹ പിറന്നുള്ള മാസമില് വന്നല്ലോ സിയം മഹാനവര്, പോരീശയേറിയ ബഹുമാന്യരേ. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹ്, ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി റബീഉൽ അവ്വലിൽ 12 ജനിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വലിൽ 12 തന്നെ സിയം വലിയുള്ള ജനിക്കുന്നു. ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങും വിരിഞ്ഞ് മണം വീശുന്ന മലർ റോജാ റസൂലുള്ളാഹ്, നബി രാജ റസൂലുള്ളാഹ്. മന്നവനാദി ഉദിപ്പിച്ചോളി ദീപം ആകും റസൂലുള്ളാഹ്, തെളിവേകും ഹബീബുള്ളാഹ്. സല്ലി സ്വലാത്തുല്ലാഹ് സുമ്മ സലാമുല്ലാഹ്, അസ്റഫുൽ ഖൽഖ് റസൂൽ ത്വഹ, അസ്റഫുൽ ഖൽഖ് റസൂൽ. വാലിടുന്നോർക്ക് ആവതില്ലാത്തോർക്ക് കാവലകും തണിയേ, കാവലകും തണിയേ. സല്ലി സ്വലാത്തുല്ലാഹ് സുമ്മ സലാമുല്ലാഹ്, അസ്റഫുൽ ഖൽഖ് റസൂൽ, അസ്റഫുൽ ഖൽഖ് റസൂൽ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിൽ തന്നെ സിയം വലിയുള്ള ജനിക്കുകയാ. നോക്കൂ നിങ്ങൾ, സിയം വലിയുള്ളാന്റെ ഫദ്ല്, വലിയ സംഭവങ്ങളുണ്ട് ചെറുപ്പത്തിൽ തന്നെ. സാധാരണ കുട്ടികളെ പോലെയല്ല സിയം വലിയുള്ള. നമ്മളെ മക്കളൊക്കെ ഒന്ന് നടക്കാനും ഓടാനൊക്കെ തുടങ്ങിയാൽ എല്ലാ വികൃതികളും എല്ലാ കുറുമ്പുകളും നമ്മൾ ശാസിക്കേണ്ടി വരുന്നു, നമ്മൾ തല്ലേണ്ടി വരുന്നു, പലതും പറയേണ്ടി വരുന്നു. ആ സിയം വലിയുള്ള അങ്ങനെയല്ല.
ഒരു പ്രത്യേക സ്വഭാവം, കൂടുതൽ സംസാരമില്ല, ഒരു പ്രത്യേകമായ അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. ഇത് കണ്ട് മാതാപിതാക്കൾക്ക് പ്രയാസായി. എന്തേ ഈ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവൻ കൂടുതൽ സംസാരമില്ല, മറ്റു കുട്ടികളോടൊത്ത് കളിക്കുന്നില്ല, ഓടുന്നില്ല, ചാടുന്നില്ല, പ്രത്യേകമായ ഒരവസ്ഥ. സയ്യിദ് വലിയുള്ളാന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തു? അടുത്തുള്ള നല്ലൊരു വൈദ്യരായ, ഞാൻ ഈ സംഭവം സയ്യിദ് വലിയുള്ളാന്റെ കുടുംബത്തിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി പറയുന്നതാണ്. സയ്യിദ് വലിയുള്ളാന്റെ കുടുംബത്തിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി പറയുകയാണ്. അങ്ങനെ സയ്യിദ് വലിയുള്ളാഹി മറ്റു കുട്ടികളെ പോലെയല്ല, പ്രത്യേകമായ ഒരവസ്ഥ. സയ്യിദ് വലിയുള്ളാന്റെ വാപ്പയും ഉമ്മയും അടുത്ത് ഉള്ളൊരു വൈദ്യനോട് പോയി വിവരം പറഞ്ഞു. കുട്ടി ഇങ്ങനെയാണ്, പ്രത്യേകമായ ഒരു അവസ്ഥ തോന്നുന്നു. വൈദ്യരൊരു എണ്ണ കൊടുത്തു. മകൻ വന്നാൽ നല്ലപോലെ തേച്ചൊന്ന് കുളിപ്പിക്കുക, കുറച്ച് ദിവസം അത് ക്ലിയർ ആയിക്കോളും. രണ്ടുപേരും മകൻ വന്നാല് തേച്ച് കുളിപ്പിക്കാൻ വേണ്ടി എണ്ണയുടെ കൊണ്ടുവച്ചു. ഈ വൈദ്യരെടുത്ത് പോയത് എന്ത് ചെയ്തിട്ടില്ല? സയ്യിദ് വലിയുള്ളോട് പറഞ്ഞിട്ടില്ല. സയ്യിദ് വലിയുള്ള കുറച്ച് കഴിഞ്ഞിട്ട് കയറി വന്നപ്പോ ഫസ്റ്റ് തന്നെ ഉമ്മാനോട് പറഞ്ഞു, ആ എണ്ണ ഇങ്ങോട്ട് എടുത്തോളാം. നോക്കൂ, അതാണ് മഹാന്മാർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നവർ അല്ലാ തീരുവരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. സയ്യിദ് വലിയുള്ള ചെറുപ്പത്തിൽ തന്നെ പറയുകയാണ് എത്രയെത്ര സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സയ്യിദ് വലിയുള്ളാഹിയുടെ ജീവിതം, അവിടുത്തെ ശൈഖന്മാർ, അവിടുത്തെ ഉസ്താദന്മാർ വലിയ വലിയ ഗുരുക്കളാണ്. അപ്പൊ തങ്ങൾ അവർ എത്താനായതുകൊണ്ട് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൂടാ നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് മഹാനഗരോടെ സംഭവം പറയുമ്പോൾ 3 മണിക്കൂർ സമയം നമുക്ക് ചുരുങ്ങിയത് വേണം അവിടത്തെ കുറിച്ച് പറയാൻ. ഞാൻ അങ്ങനെ ഓടിച്ചോടിച്ച് പറയുകയാണ്. ഇതിന്റെ ശേഷം സയ്യിദ് വലിയുള്ളാഹിന്റെ പഠനമുണ്ട്, അവരുടെ ശൈഖന്മാരുണ്ട്, അവിടുത്തെ ഉസ്താദന്മാരുണ്ട്. ഇതൊക്കെ ഇരിക്കട്ടെ, അതിലേക്ക് പോകുന്നില്ല. അവർ പഠിച്ചു, ബഖിയാത്തിൽ പോയി വലിയ ഉന്നത ബിരുദം നേടി. അവർ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഫാരിസി തുടങ്ങിയ എല്ലാ ഭാഷകളിലും അവർ നിപുണർ, നല്ല പരിജ്ഞാനമുള്ളവരാണ്. ഇരിക്കട്ടെ, വലിയ പണ്ഡിതരായി അവർ വളർന്നു. അങ്ങനെയാണ് പരിശുദ്ധ ഹജ്ജിനായി ചെയ്യമ്മവർ ഒരുങ്ങുന്നു. ആത്മീയ വഴിയവർ തിരഞ്ഞിടുന്നേ, നേരെ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുന്നേ. ഹജ്ജിനായി ചെയ്യമ്മവർ ഒരുങ്ങുന്നേ, ആത്മീയ വഴിയവർ തിരഞ്ഞിടുന്നേ, നേരെ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുന്നേ. തുടക്കത്തിലുള്ള സുഖമില്ലട്ടോ, ക്ലിയറാ. പരിശുദ്ധ ഹജ്ജിനായി ചെയ്യമ്മവർ ഒരുങ്ങുന്നേ, ആത്മീയ വഴിയവർ തിരഞ്ഞിടുന്നേ, നേരെ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുന്നേ. പരിശുദ്ധ ഹജ്ജിനായി ചെയ്യമ്മവർ ഒരുങ്ങുന്നേ, ആത്മീയ വഴിയവർ തിരഞ്ഞിടുന്നേ, നേരെ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുന്നേ. അമലുകൾ പൂർത്തിയാക്കി ശൈഖുനസിയം റസൂലോരെ സവിധമെത്തി, നല്ല ഇസ്ലിന്റെ തീരത്തവർ അണഞ്ഞിടുന്നേ. പരിശുദ്ധ ഹജ്ജിനായി ചെയ്യമ്മവർ ഒരുങ്ങുന്നേ, ആത്മീയ വഴിയവർ തിരഞ്ഞിടുന്നേ, നേരെ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുന്നേ. സയ്യിദ് വലിയുള്ളാഹി പോവുകയാണ് പരിശുദ്ധ മക്കയിലേക്ക്. ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. പരിശുദ്ധ മദീനയിലേക്ക് ചെല്ലുകയാണ്. ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറത്തിലങ്ങ് ചെന്നു. മുത്തുനബിയുമായി സംവദിക്കുകയാണ്. അവിടെ വെച്ച് വലിയൊരു പരിത്യാഗിയെ, വലിയൊരു പണ്ഡിതനെ, വലിയ മർത്തബയിലുള്ള മഹാനെ കാണുകയാണ്. ആരാണവർ? സൂഫി സരണിയിലെ സാഹിദായ മഹാനായ മുഹയ്യിദ്ദീൻ സാഹിബിനെ അവർ കാണുന്നേ. രക്ഷാതന്തി ത്വരീഖത്തിലും അവർ കൂടുന്നേ. പരിശുദ്ധ ഹജ്ജിനായി ചെയ്യമ്മവർ ഒരുങ്ങുന്നേ, ആത്മീയ വഴിയവർ
നൂറമ്പതവരെ മുരീദാകുന്നേ. പിന്നെ ആത്മീയ വഴിയിൽ അവർ തിളങ്ങിടുന്നേ. പരിശുദ്ധ ഹജ്ജിനായി സിയമ്മവരൊരുങ്ങുന്നേ. ആത്മീയ വഴി അവർ തിരഞ്ഞിടുന്നേ. നേരെ പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുന്നേ. മഹാനായ സിയം വലിയുള്ള പരിശുദ്ധ മദീനയിൽ നിന്നു മഹാനായ മൊഹീദ്ദീൻ സാഹിബിനെ പുലി മൊയ്തീൻ എന്ന് പറയുന്ന മഹാനവറുകളെ ആ സിയം വലിയുള്ളാന്റെ മൗലിദൊന്ന് മറിച്ചു നോക്കൂ, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ മൊഹീദ്ദീൻ സാഹിബിനെ കാണുന്നു. നക്ഷബന്ദി ത്വരീഖത്തിലെ വലിയ ശൈഖാണവർ. അനവധി നിരവധി ത്വരീഖത്തുകളുടെ ശൈഖാണവർ, ബഹുമാനപ്പെട്ടവർ. അതേ, ഒരു 9 വർഷം മുഹീദ്ദീൻ സാഹിബിന്റെ മുരീദാവുകയാ. നക്ഷബന്ദി ത്വരീഖത്തിൽ അവർ ചേരുകയാടോ. അങ്ങനെ അവർ ആത്മീയമായ വഴിയിൽ തിളങ്ങാൻ തുടങ്ങി. സിയം വലിയുള്ളാഹിയിൽ പിന്നെ വലിയ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സിയം വലിയുള്ളാന്റെ കറാമത്ത് പറയുമ്പോ ഒരു വാക്കുകൊണ്ട് അത് മതി, അത് വേണ്ട, അത് പോകട്ടെ എന്നൊക്കെ പറയുന്നൊരു മഖാമിലെ സിയം വലിയുള്ള ഉയർന്നത് വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നത് കൊണ്ടല്ല, പടച്ച റബ്ബിലെങ്ങി ലയിക്കുകയാ. ദുന്യാവുമായുള്ള ബന്ധമില്ല, ദുന്യാവിന്റെ ഇച്ഛകളില്ല, ഭക്ഷണങ്ങളില്ല. ബഹുമാനപ്പെട്ടവർ പടച്ച റബ്ബിലിങ്ങനെ ലയിക്കുകയാടോ. മുഹീദ്ദീൻ സാഹിബുമായി ചേർന്നതിന് ശേഷമോ ദുനിയവതിൽ മധുരങ്ങളെ വെടിഞ്ഞവരാം മടവൂർ. ഇറയവന് സുജുദിലായി കഴിഞ്ഞവരാം മടവൂർ. ദുനിയവതിൽ മധുരങ്ങളെ വെടിഞ്ഞവരാം മടവൂർ. ഇറയവനിൽ സുജുദിലായി കഴിഞ്ഞവരാം മടവൂർ. പിന്നെ മുഴുവൻ സൗമിലായി കഴിഞ്ഞവരാം മടവൂർ. ഔനവൃതം നഴിച്ചവരാം മഹാനായുള്ള മടവൂർ. ദുനിയവതിൽ മധുരങ്ങളെ വെടിഞ്ഞവരാം മടവൂർ. ഇറയവനിൽ സുജുദിലായി കഴിഞ്ഞവരാം മടവൂർ. പിന്നെ മിസിനേൻ ഷാദുല്ലബൻ കഴിച്ചവരാം മടവൂർ. സിനേൻ കാരക്കയും കഴിച്ചവരാം മടവൂർ. ദുനിയവതിൽ മധുരങ്ങളെ വെടിഞ്ഞവരാം മടവൂർ. ഇറയവനിൽ സുജുദിലായി കഴിഞ്ഞവരാം മടവൂർ. പലതിനമിൽ ഗരമ്പനിയും കുടിച്ചവരാം മടവൂർ. തിരുനബിതൻ വഴിയിലായി ഒലിച്ചവരാം മടവൂർ. ദുനിയവതിൽ മധുരങ്ങളെ വെടിഞ്ഞവരാം മടവൂർ. ഇറയവനിൽ സുജുദിലായി കഴിഞ്ഞവരാം മടവൂർ. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹ് സുബ്ഹാനല്ലാഹ് നക്ഷബന്ദി ത്വരീഖത്തിൽ അങ്ങ് ചേരുകയാണോ. ബഹുമാനപ്പെട്ടവരോ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ സാഹിബിന്റെ മുരീദായി ചേരുമ്പോ പ്രത്യേകമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു. പിന്നെ അവർക്ക് ദുന്യാവുമായുള്ള ഒരു ആഗ്രഹങ്ങളുമില്ല. എപ്പോഴും പടച്ച റബ്ബിന് സുജൂദ് തന്നെ, എപ്പോഴും നോമ്പ് തന്നെയാണ്. കൂടുതൽ സംസാരമില്ല. 2 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കുന്ന ഭക്ഷണം സിയം വലിയുള്ള ഒരൽപ്പം ആട്ടിന്റെ പാല് മാത്രമാണ്. കഴിച്ചവരാം മടവൂർ. കാരക്കയും കഴിച്ചവരാം മടവൂർ. ആടിന്റെ പാല് 2 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കുകയാണ്. 2 കാരക്ക കഴിക്കുകയാണ്. ബാക്കിയുള്ള സമയങ്ങളോ ഇബാദത്തു തന്നെ. അർദ്ധരാത്രിയുടെ ആയാമങ്ങളിൽ അതേ പക്ഷിപറവ ജന്തുക്കളുടെ കളകളാരവങ്ങളില്ല, സക്ഷിതലാദികളുടെ അലച്ചുലുകളില്ല. അതേ യജമാനനായ റബ്ബില്ലോ അതേ നിസ്കാരം തന്നെ, സുജൂദ് തന്നെ. ഒരാളോടും സംസാരമില്ല. തസ്ബീഹ് തന്നെ, സ്വലാത്ത് തന്നെ, ദിക്ർ തന്നെ, മൗനം തന്നെ, നോമ്പ് തന്നെ, സുജൂദ് തന്നെ. അങ്ങനെ ഭക്ഷണമില്ല. പാലില്ലാത്ത സമയത്ത് മിക്കപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കുകയാണ്. ചൂടുവെള്ളം തന്നെ കുടിക്കുകയാണ്. അങ്ങനെ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദപങ്കുജം പൂർണ്ണമായി അനുധാവനം ചെയ്യുകയാണ്. ഒരു ചെറിയ കറാഹത്തില്ല, ഒരു മോശമായ നോട്ടമില്ല, ഒരു മോശമായ സംസാരമില്ല. അങ്ങനെയാണ് സിയം വലിയുല്ലാഹി വലിയായത്, അങ്ങനെയാണ് ഉന്നതമായ മഖാമിലെത്തിയത്. അല്ലാതെ ഈ വിവരമില്ലാത്ത ജാഹിലിയങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ കുറെ സുന്നികൾ കൂടിയിട്ട് അവരെ വലിയാക്കിയതല്ല. മഹാന്മാർ അവർക്ക് വലിയന്റെ പട്ടം കൊടുത്തതല്ല. അവർ ഉന്നതമായ മഖാമിലേക്ക്, പദവിയിലേക്ക് അധ്വാനിച്ച് ഇബാദത്തെടുത്ത് ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ എപ്പോഴും പടച്ച റബ്ബിലേക്കുള്ള ലയനം തന്നെ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഉന്നതിയിലെത്തിയ മഹാന്മാർ. അവര് വിലായത്തിലെത്തിയപ്പോ അള്ളാഹു അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. കറാമത്തൊക്കെ പറയുമ്പോ അവര് പറയെന്താ, അള്ളാഹിനേക്കാളും വലിയ ആളാക്കി, അള്ള ചെയ്യാത്തത് ചെയ്യുന്നു എന്നൊക്കെയുള്ള വാദങ്ങളാണുള്ളത്. ഒരൊറ്റ ഔലിയാക്കളും പറഞ്ഞിട്ടില്ല എന്തെന്ന്, ഇതെന്റെ സ്വന്തമായ കഴിവാണെന്ന് സീമരുന്ന് പറഞ്ഞു. ഇത് അള്ളൊന്നും തന്നതല്ല, ഇതെന്റെ സ്വന്തമായ കഴിവാണെന്ന് സിയം വലിയ പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, റിഫായി ശൈഖ് പറഞ്ഞു, അജ്മീർ ഖാജ തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ പറഞ്ഞു. ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു സുന്നിയും പറയൂല. ഒരാൾക്കും സ്വന്തമായ കഴിവില്ല. എല്ലാ കഴിവും ജഗന്നിയന്താവായ റബ്ബിൻ്റെതാണ്. എല്ലാവർക്കും കൊടുക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അള്ളാഹുവിൽ അവർ ലയിച്ചപ്പോ, അള്ളാഹുവിനെ മാത്രം ആസ്തമീകരിച്ചപ്പോ, അള്ളാഹുവിനെ മാത്രം ലയിച്ചപ്പോ അവർക്ക് വലിയ മദവി കൊടുത്താണ് മുഹീദ്ദീൻ ശൈഖിന് കൊടുത്തത്. കോഴിയുടെ മുള്ളോട് മുകൾ ചൊന്നാരെ കൂസാതെ കൂകിപ്പിച്ച് വിട്ടോവർ അല്ലാഹ് തീരി പേരും തുതിയും സോലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത പേദാംബർ 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം കുളിച്ചോവാർ. ഇങ്ങനെ അധ്വാനിച്ചപ്പോൾ അല്ലാഹ് കൊടുത്ത പവറാണ്. ഇവിടെ മുഹീദ്ദീൻ ശൈഖിനുമില്ല, റിഫായി ശൈഖിനുമില്ല, സിയം വലിയുള്ളാഹുമില്ല, ഹാജാ തങ്ങൾക്കുമില്ല സ്വന്തമായൊരു കഴിവ്. നമ്മുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾക്ക് വരെ അല്ലാഹ് കൊടുക്കാത്തൊരു കഴിവുമില്ല. അല്ലാഹ് കൊടുത്തതാണ്. അമ്പറും നാണിക്കും മണമുള്ള നബിയേ, മരുതകവും തോറ്റിടുന്ന ത്വഹ നബിയേ, സ്വല്ലവാത്തി അല നബി വസ്സലാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി ഖുബ്ബത്തുൽ ഖദറ ഇന്നൊരു ഭംഗി നബിയേ, കൗതുകമാൽ നോക്കിടുന്നു മുത്ത് നബിയേ, സ്വല്ലവാത്തി അല നബി വസ്സലാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി. ത്വയ്ബ കാണാൻ എന്തു ഭംഗി മുത്ത് നബിയേ, ചാര വരാൻ കൈത്തരൂലെ മാണിക്കക്കല്ലേ, സ്വല്ലവാത്തി അല നബി വസ്സലാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി. ത്വയ്ബ കാണാൻ എന്തു ഭംഗി മുത്ത് നബിയേ, ചാര വരാൻ കൈത്തരൂലെ മാണിക്കക്കല്ലേ, സ്വല്ലവാത്തി അല നബി വസ്സലാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി. പൂം തൊപ്പിയിലെ തോഹ റസൂലേ, മുത്തിനെ വെല്ലുള്ള മുല്ലപ്പൂവേ, സ്വല്ലവാത്തി അല നബി വസ്സലാമി വഹുവ ഖൈറുൽ അനമി ബദറുത് തമാമി
തൂരി ത്വീബ് നബി പൂശിയിടുന്നേ, ജമലിൽ നബി കയറിയിടുന്നേ, ഇസ്മിയും തൽബിയത്ത് ചൊല്ലിയിടുന്നേ, ബൈത്തുൽ അതീഖ് കൊള്ള നീങ്ങിയിടുന്നേ. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. നിലവിൽ പല മുർസലതും നിരവധിയാം മലക്കുകളും ഗമനമതും നീങ്ങി ആ നീങ്ങിയവുമുല്ലഹദിൽ കഅബയെ കണ്ടു നബി തേടിയിടലായി വനം തേങ്ങിയിടലായി. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. ഗുണമൊത്താനിധിയല്ലേ മുത്ത് നബി, പാരിൽ തിളങ്ങുന്ന പവിഴം നിധി, പാലകന്നം റോകൾ നിറവേറ്റുവാൻ മക്കയിൽ വന്നുള്ള ഹാശിം നബി. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. വിശ്വനാടക മദീന വന്യരാമബുജാനയ മാന്യരിൽ കൊടുത്ത് പോയി റസൂല്, സദം നീങ്ങി റസൂല്. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. ഹജ്ജിനും ഒരുക്കമായി ഹാജത്തിന് തേടലായി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ കൂടെ വരുന്നു, ജനം ഏറെ വരുന്നു. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അംബിയാക്കളിൽ രാജാവായ റസൂല്, അമ്പവന്റെ ഹബീബായ തിരുനബി സയ്യിദ്. സ്വല്ലവാതി അലൻ നബി വസലാമി അല്ലാഹ് വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. തിങ്കൾ പന്ത്രണ്ടിൽ തങ്ങൾ വന്ന് തങ്കവും തോൽക്കുമ്പോൾ നൊളി തോഹ നിലാവൊളിയെ ഓത്ത് ഓഹിറേ നബിയേ. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. ആരിലും കണ്ടതുമില്ല ഇതുപോലെ തിളങ്ങും നൂറിന് ആകാര വടിവത്തോരെ അശ്റഫരെ നബിയേ. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. കനകനിലാവൊളി കാഞ്ചന താരം കൗതുകമാണെന്റെ നബിയുള്ള, കതിർ കത്തി തിളങ്ങുന്ന കൗതുക താരം അരിമുല്ല പൂവന്റെ നൂറുള്ള. സ്വല്ലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. മഹറല അലകടല പുറമുണ്ടൊരു കൽവിൻ കുളിരെ മുത്തിമണകാനൊത്തിരി ദാഹം ഉണ്ടന്റെ കൽവിൽ നൂറുള്ള. സ്വല്ലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. വദനമിതെന്തൊരു ചന്തം മുത്തേ, ചന്ദ്രിക തോൽക്കും ചാരുദയാം പുഞ്ചിരി കണ്ടാൽ മാന തമ്പിളി നാണമിലാടി പാടിടുമേ. സ്വല്ലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അലങ്ങിളകയും ആരംഭ പൂവല്ലേ, ആദിയിലല്ലാഹു തന്നുള്ള നൂറല്ലേ. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അമീനയുള്ള ആരംഭ നൂറല്ലേ, ആമീന ബിവിയിൽ വന്നുള്ള നൂറല്ലേ. സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. സ്വലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. പല്ലഞ്ചും
പുഞ്ചിരിയാൽ തെങ്കുന്നോരമ്പിളിയം വെണ്ടാത്തൂല് അഹ്ദായ തമ്പുരാന്റെ ആറ്റൽ ഹബീബവരം ആരംഭ റസൂല് مولاي صل وسلم دائما أبدا دائما أبدا على حبيبك خير الخلق كلهم للخلق كلهم ലംഘുന്ന താരകമോ റിങ്ങുന്നോരമ്പിളിയോ റസൂല് മാനത്തെ മാരുതനോ റോസാപ്പൂവിൻ്റെ അഴകോ പൂവാണ് റസൂല് مولاي صل وسلم دائما أبدا دائما أبدا على حبيبك خير الخلق كلهم للخلق كلهم തിളങ്ങിടുന്ന മണമുള്ള മാരുതനം സയ്യിദാണ് ഹബീബ് ഒരമ്പിളിയ പിന്നുന്ന പവിഴമതാണെന്റെ ഹബീബ് مولاي صل وسلم دائما أبدا دائما أبدا على حبيبك خير الخلق كلهم للخلق كلهم റസൂലുള്ളാഹേ ചമ്പകം കാണിക്കുന്ന നീറാമുള്ളോരേ സ്വലാവാതി على النبي والسلام وهو خير الأنام التمام മദിമക്ക ഊതിത്തുള്ള നൂജുമായോരേ പാരീതിൽ തിളങ്ങുള്ള പാനി നീർപ്പൂവേ صلواتي على النبي والسلام وهو خير الأنام قدر التمام കണ്ണഞ്ചും ചഞ്ചലാം ചാഞ്ചാട്ടമായല്ലോ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയുമുണ്ടല്ലോ صلواتي على النبي والسلام وهو خير الأنام قدر التمام കണ്ണഞ്ചും ചഞ്ചലാം ചാഞ്ചാട്ടമായല്ലോ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയുമുണ്ടല്ലോ صلواتي على النبي والسلام وهو خير الأنام بدر تمام പുണ്യമദീനയിൽ തിളങ്ങുന്ന പൂർണ്ണ റസൂലോരേ അമ്പിയ രാജാവേ صلواتي على النبي والسلام وهو خير الأنام بدر تمام ആയിഷ ബീവിക്ക് ആറ്റക്കനിയല്ലേ ആരും ബോധിക്കുന്ന പെണ്ണില പൂങ്കാവേ صلواتي على النبي والسلام وهو خير الأنام بدر تمام ആമിന ബീവിക്ക് ആറ്റക്കനിയല്ലേ ആറ്റൽ ഖദീജക്ക് ഖൽബിന്റെ ഒളിവല്ലേ صلواتي على النبي والسلام وهو خير الأنام بدر تمام ഇനി മുത്തുനബിയെ എങ്ങനെ പറയണം എങ്ങനെ പാടണം മാർക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും എന്റെ നബിയെ. മുത്തുനബിയെ പറഞ്ഞപ്പോൾ സിയം വലിയുള്ളാന്റെ ചരിത്രത്തിൽ ഇങ്ങനെ തെന്നിപ്പോകുന്നതാണ്. ആ ഹബീബിനെ പറയാൻ, ആ ഹബീബിനെ പറഞ്ഞാലോ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ഉണ്ടാകില്ലേ. എങ്ങനെ പറയണം അവരെ, എങ്ങനെ എഴുതണമെന്നവരെ അറിയില്ല. മൂത്ത് നബിയല്ലേ കുന്തിരി പൂവല്ലേ പൂമണമല്ലേ ഊത്തിൻ നിറമല്ലേ صلواتي على النبي والسلام وهو خير الأنام بدر التمام ഉള്ളം മദീനയിൽ ഉള്ളം നിറച്ചോരേ പൂർണ്ണ ചന്ദ്രൻ പോലെ ശോഭ നിറഞ്ഞോരേ صلواتي على النبي
അത് 12 നിങ്ങൾ രാവിലുദിലവരല്ലേ അന്നേരം ഇമ്പങ്ങൾ വീണ ഓടഞ്ഞില്ലേ നീര പൂനീല നിങ്ങൾ പിറന്നില്ലേ ില്ലേ ആരാധനു സർവാൻ കോട്ട തകർന്നില്ലേ വെള്ളം നിറമുള്ള ചുകപ്പതിൽ കലർന്നുള്ള തിരുത്താഹ നബിയോരേ തങ്ങൾ തിളങ്ങുന്ന ശരീരത്തിൽ ലാവണ്യത്തിനുടമയാം തിരുദൂതരായോരേ നബിയേ അത്ഭുതമായോരേ മുസ്തഫ ശൈഖുല്ല യാ നൂറൻ മിൻ നൂരില്ലാഹ് നൂറൻ മിൻ നൂരില്ലാഹ് നബിയേ യാ മുസ്തഫ ശൈഖുല്ല യാ സിർറൻ മിൻ സിർരില്ലാഹ് സിർറൻ മിൻ സൗഷ്ടവത്തലങ്ങുഞ്ഞവൻ നബിയേ അത് നീളമില്ല നീളം കുറവില്ല നബിയേ ആകാശ സൗഷ്ടവത്താൽ സൗന്ദര്യവാൻ നബിയേ അത്ഭുതമായോരേ നബിയേ അൽ അമീനായോരേ മുസ്തഫ ശൈഖുല്ല യാ നൂറൻ മിൻ നൂരില്ലാഹ് നൂറൻ മിൻ നൂരില്ലാഹ് നബിയേ യാ മുസ്തഫ ശൈഖുല്ല യാ സിർറൻ ചന്ദൻ പോലെ ഉള്ളി പരത്തിയ മുഖമേ മൃഗങ്ങൾ ഭംഗിയല്ല തിളങ്ങുന്ന മുഖമേ കണ്ണുകളും കറുത്തുള്ള ഇമാനിന്റെ മുഖമേ കൗളുകൾ മൃദുലമതാം നബിയുടെ കേശവും സുന്ദരമാ മുസ്തഫ ശൈഖുല്ല യാ നൂറൻ മിൻ നൂരില്ലാഹ് നൂറൻ മിൻ നൂരില്ലാഹ് നബിയേ യാ മുസ്തഫ ശൈഖുല്ല യാ സിർറൻ മിൻ സിർരില്ലാഹ് സിർറൻ മിൻ സിർരില്ലാഹ് നീണ്ടതും ഉയർത്തതും ഭംഗിയല്ലതും വലുപ്പത്തിൽ ഒത്തദന്ത നരകൾ നോട്ടത്തിൽ തീഷ്ണത വർദ്ധിപ്പിക്കും മകത്തത വസ്ത്രമാറിടമാം വശ്യത തിരിഞ്ഞൊരു ചാരുതയാ മുസ്തഫ ശൈഖുല്ല യാ നൂറൻ മിൻ നൂരില്ലാഹ് നൂറൻ മിൻ നൂരില്ലാഹ് നബിയേ യാ മുസ്തഫ ശൈഖുല്ല യാ സിർറൻ മിൻ സിർരില്ലാഹ് സിർറൻ മിൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ വിഷയത്തിനും എല്ലാ വിജയത്തിനും നിദാനം നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സിയം വലിയുള്ള മഹാനായതും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ മഹാനായതും ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഉയർന്നുപോയതും ബഹുമാനപ്പെട്ട ഹാജ തങ്ങൾ മഹാനായതുമൊക്കെ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിൽ ലയിച്ചത് കൊണ്ടാണ് എല്ലാ വിജയത്തിന്റെ നിദാനവും ഹബീബായ തങ്ങൾ തന്നെ ഈമാനിന്റെ തുടക്കവും ഒടുക്കവും മടക്കവും ഒക്കെ മദീനയാണ് അതേ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്രമിക്കുന്നുണ്ട്. ഓ ചോക്കാട് പ്രദേശത്തുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് മുഴുവനും മദീനയിൽ കിടന്നു നമ്മുടെ നേതാവ് അങ്ങനെ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ പറയുകയാണ്, ഖബറിൽ കിടന്നു. അൽഹംദുലില്ലാഹ്, ആ
നബിതങ്ങള് അതേ നെഞ്ചേറ്റി രക്ഷപ്പെട്ടില്ലേ. എത്രയെത്ര മഹാന്മാർ അറിയില്ലേ. പഴയ കാലത്ത് മദീനയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ കൂടുതലും മലയാളികൾ റൂമിൽ നിന്ന് കടന്നു വരാനുള്ള റൂം ഗേറ്റ് ഏതാണോ 26ാമത്തെ ഗേറ്റ് ആണോ? ഇപ്പോൾ ആ ഗേറ്റ് 339ാമത്തെ ഗേറ്റ് ആണോ? ആ ഗേറ്റിലേക്ക് കടന്നു വരുമ്പോഴല്ലേ അതേ മഹാനായ സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു പള്ളിയുണ്ട് ഇവിടെ. ആ ഇമാം ബുഖാരി തങ്ങള് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോ മുത്തുനബിന്റെ മുമ്പിൽ വരൂല, അങ്ങ് മാറി നിൽക്കുകയാണ്. ഹബീബായ തങ്ങളെ മുമ്പിൽ നിൽക്കാൻ ഞാനായിട്ടില്ല എന്ന് പറഞ്ഞങ്ങ് മാറി നിൽക്കുകയല്ലേ അവർ. എന്തേ കാരണം? അങ്ങേയറ്റത്ത് സ്നേഹമാണ്, താഴ്മയാണ്. ആ ഇമാം ബുഖാരി തങ്ങളങ്ങ് വഫാത്തായില്ലേ. അവിടുന്ന് വഫാത്തായപ്പോ കൂട്ടുകാര് വന്ന് ഇമാം ബുഖാരി തങ്ങളെ ജനാദ കുളിപ്പിച്ചില്ലേ, കുളിപ്പിക്കുകയാണ്, കഫൻ ചെയ്യുകയാണ്. പക്ഷേ അവർക്കൊരു ശങ്ക, ഇമാം ബുഖാരി മരിച്ചിട്ടില്ല, വഫാത്തായിട്ടില്ല, എങ്ങനെ മറവ് ചെയ്യും? ഒരു സംശയമാണ്. കാരണം എന്തേ? ജീവിതകാലത്ത് ഒരു മനുഷ്യൻ ചിരിക്കുന്നത് പോലെ ഇമാം ബുഖാരി തങ്ങൾ അങ്ങ് പുഞ്ചിരിക്കുകയാണ്, ചിരിച്ചങ്ങ് കിടക്കുകയാണ്. അപ്പോൾ ഒരു സംശയമാണ്, മരിച്ചിട്ടുണ്ടോ എന്ന് സംശയമല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നൊരു ശരീരി കേട്ടില്ലേ, അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, ഇമാം ബുഖാരിയുടെ ജനാദ നിങ്ങളൊന്ന് മറമാടണേ. ഇമാം ബുഖാരിയുടെ ജനാദയും കാത്തിട്ട് റസൂലുള്ള കബറിങ്ങലങ്ങ് കാത്തു നിൽക്കുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ ജനാദയെ സ്വീകരിക്കാൻ റഹ്മത്തുൽ ലിൽ ആലമീൻ താജുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് അശരീരി കേട്ടപ്പോഴല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അവരങ്ങ് മറമാടിയത്. അങ്ങനെ എല്ലാ മഹാന്മാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ് ലഭിച്ചു പോയി. അക്കൂട്ടത്തിൽ നമ്മുടെ നായകനില്ലേ സയ്യിദ് വലിയുള്ള മദീനയിൽ ചെന്നു. മദീനയിൽ ചെന്നിട്ട് അത് മക്കയിൽ പോയി ഹജ്ജൊക്കെ നിർവഹിച്ചു. രണ്ടാമത്തെ തവണയാണ് മദീനയിൽ പോയി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ അവര് ചെല്ലുകയാണ്. നബി തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം ഞാൻ ചുരുക്കട്ടെ. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്കും ആ ഭാഗ്യം ലഭിച്ചില്ലേ? മദീന ശരീഫിന്റെ അതേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ശരീഫ് പൊട്ടിക്കരഞ്ഞു തുറപ്പിച്ച മഹാനല്ലേ ഉമർ ഖാദി. ഇപ്പോൾ ആ സംഭവം പറയാനുള്ള സമയമല്ലാത്തത് കൊണ്ട് അപ്പോൾ അത് ഉമർ ഖാദിയും ലഭിച്ചു പോയി, ഇമാം ബുഖാരി തങ്ങൾക്കും ലഭിച്ചു പോയി, ഗൗസുല്ലാദമിനും ലഭിച്ചു പോയി, ഹാജാ തങ്ങൾക്കും ലഭിച്ചു പോയി. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുള്ളാഹിക്കും അതേ ഭാഗ്യം ലഭിക്കുകയാണ്. മദീനയിൽ ചെന്ന് ബഹുമാനപ്പെട്ടവർ നബി തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ അതേ പെട്ടെന്ന് ബോധരഹിതയായി വീഴുകയാണ്. ബഹുമാനപ്പെട്ട അലി ഹാജി കൂടെയുണ്ട്. ഞാൻ വിശദീകരിച്ചിപ്പോൾ പറയുന്നില്ല. അലി ഹാജി കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുള്ളാഹിന്റെ ഹാദിമാടോ അതേ ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുള്ള ബോധരഹിതനായി വീഴുമ്പോൾ അലി ഹാജി ബേജാറായി പോയി, അങ്ങ് വീണ് കിടക്കുകയാണ്. പെട്ടെന്ന് അലി ഹാജി തലപ്പാവ് ധരിക്കുന്ന ആളാണ്. തന്റെ തലപ്പാവ് ഇങ്ങനെ ഊരിയിട്ട് സയ്യിദ് വലിയുള്ളാഹിക്ക് രക്ഷയൊരുക്കുകയാണ്. പെട്ടെന്ന് ഒരു സുന്ദരനായ സുമകനായ മനുഷ്യൻ വന്ന് അലി ഹാജിയെ തടയുകയാ. ഇപ്പൊ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളങ്ങ് മാറണേ. കുറച്ചു കഴിഞ്ഞപ്പോ
അതേ ആ ആഗതനായ മനുഷ്യൻ വന്നു സയ്യം വലിയുള്ളാന്റെ മുഖമങ്ങ് തടയുകയാണ്. ആ മനുഷ്യനങ്ങ് മറഞ്ഞു പോയി. സയ്യം വലിയുള്ളാന്റെ മുഖം സാധാരണക്ക് വിപരീതമായി വല്ലാത്ത പ്രകാശം തന്നെ, വല്ലാത്ത പ്രകാശം തന്നെ. റൂമിലേക്ക് താങ്ങിക്കൊണ്ടുപോയി സയ്യം വലിയുള്ളാനെ കിടത്തുകയാണ്. ഓർമ്മ വന്നതിന് ശേഷം അലിഹാജിയെ വിളിച്ചിട്ട് സയ്യം വലിയുള്ള ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്റെ അടുത്ത് വന്നതാരാട്? അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന ബൈതൽ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. വീട്ടിലും നബി തങ്ങൾ താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ടയാ നബിയേ. റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഇന്നനാ നർജൂ ലി ശാഫിഈനാ ഫീ സ്വലാത്തിദ്ദീനി വന്നഹാജി സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ും നന്നായിടുവാൻ തേടുന്നു ഞാൻ ഗുണ സാഫി ഓരിൽ വഹുവാന ദൂതർ തന്റെ തോമാണം വീശുന്നു പാരിയിലെല്ലാം. ചെയ്തിടുവാൻ റബ്ബേ സൗഭാഗ്യം താമൗത്തിൽ മുല്ലേ. മാർഗം കാട്ടി തന്ന സത്യസ്വരൂപനിൽ നന്മാനാദാ ഹബീബായ തങ്ങളെ അനുഗ്രഹം ലഭിക്കുകയാണ്, അനുഗ്രഹം ലഭിക്കുകയാണ്. അങ്ങനെ സയ്യം വലിയുള്ളാന്റെ ജീവിത ചരിത്രങ്ങളും അവിടുത്തെ കറാമത്തുകളും പറയാ തീർക്കാൻ പറ്റാത്ത വിധം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാടൻ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെയുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മുടെ ഉലമാക്കൾ പറയുന്ന വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ, ആലിമീങ്ങൾക്കിടയിലൊക്കെ പല മസ്അല വിഷയത്തിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാകും. അവർ വലിയ പണ്ഡിതന്മാരാണോ? അതേ മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ പല വിഷയങ്ങളിലും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വഹാബത്തിന്റെ ഇടയിലും അങ്ങനെ വിഷയങ്ങളുണ്ട്. ഔലിയാക്കളുടെ മഖാമിലൊക്കെ അതേപോലെ തന്നെ ആലിമീങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാം. നമ്മളതിൽ കൈകടത്തേണ്ടതില്ല. എല്ലാ ആലിമീങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നു. അതേ സയ്യം വലിയുള്ള മഹാൻ തന്നെ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരാരും നമ്മുടെ ഉസ്താദ് അങ്ങനെയാണോ, അതേ പകര ഉസ്താദ് ഇങ്ങനെയാണ്, അതേ പേരോട് ഉസ്താദ് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അവർ സർവസമാനരായ പണ്ഡിതന്മാരാണ്. അവര് വിഷയം പഠിച്ചു പറയുന്നവരാണ്. അവരെ അംഗീകരിക്കുക എന്നതാണ്, അവർ പറയുന്നത് മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെയൊക്കെ കർത്തവ്യം. അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ്, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് നമ്മളെ ആഖിബത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് വലിയ സിയമ്മുലില്ലാന്റെ വലിയ കറാമത്ത് പരിശോധിക്കാൻ കൂടുതലൊന്നും പോകേണ്ടതില്ല. കുറെ ഞാൻ അങ്ങ് വിട്ടിട്ട് ചുരുക്കി പറയുകയാണ്.
ബഹുമാനപ്പെട്ട തങ്ങൾ വരുമല്ലോ. അതേ സിഎം വലിയുള്ളാന്റെ ഏറ്റവും വലിയ കറാമത്ത് നോക്കിയാൽ എന്താണ്? നമ്മുടെ മർക്കസ് സഖാഫത്തി സുന്നിയയാണ്. നമ്മുടെ മർക്കസ് സഖാഫത്തി സുന്നിയ അതേ ഏറ്റവും വലിയ കറാമത്താണ്. അതിലും വലിയ കറാമത്തുണ്ടോ മുഅ്മിനീങ്ങളെ? എന്താണ് അതിന്റെ സംഭവം? മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹുവേ അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. റബ്ബേ ആ തണല് ഞങ്ങൾക്ക് വേണം. ആ തണല് നീ എടുത്തു മാറ്റല്ലേ റബ്ബേ. ഞങ്ങളുടെ റഈസുൽ ഉലമ, ഞങ്ങളുടെ ബദറു സാദാത്ത് ഉൾപ്പെടെ ഞങ്ങളെ മുഴുവൻ പണ്ഡിതന്മാർക്കും സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആ സുൽത്താനുൽ ഉലമ അതേ സുന്നി യുവജന സംഘത്തിന്റെ വലിയ സമ്മേളനം പ്രഖ്യാപിച്ചൊരു കാലഘട്ടമുണ്ട്. അന്ന് പണ്ഡിതന്മാരൊന്നും അഭിപ്രായ വ്യത്യാസത്തിലില്ല. ഓ ചെറുപ്പക്കാരെ, നമ്മുടെ ഉലമാക്കൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന്റെ പേരിൽ ആലിമീങ്ങളെ നമ്മൾ ചീത്ത പറയണ്ട. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ആലിമീങ്ങളെയും ചീത്ത പറയണ്ട. അറിയുമോ നിങ്ങൾക്ക്? മഹാനായ അബ്ദുർ റസാഖ് ശിറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ മവാഖിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലിമീങ്ങൾ രണ്ട് തരമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു ആലിമാരാണ്, അവനിക്ക് അറിവുണ്ട്, ആ അറിവനുസരിച്ച് ഇൽമു ചെയ്തവനാണ്. അവൻ ആഖിറത്തിൽ വരുമ്പോഴോ ഒരു ചാക്കുമായാണ് വരുന്നത്. ആ ചാക്കിൽ നിറയെ അമലുകളാണ്. അവൻ രക്ഷപ്പെട്ടവനാണ്. ആ ആലിമീങ്ങനെ കുറ്റം പറഞ്ഞവനെ ആഖിറത്തിൽ വെച്ച് കാണുമ്പോ അല്ലാഹുവോട് ആ ആലിമ് പറയും, റബ്ബേ അവനിക്ക് പുറത്തു കൊടുക്കണം. കാരണം ഈ ആലിമിന്റെ കയ്യിൽ ധാരാളം അമലുകളുണ്ട്. മറ്റൊരു ഉലമാ ഉണ്ട്, മറ്റൊരു ആലിമുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ കാലിച്ചാക്കാണ്. ഇൽമുണ്ടായിട്ട് അദ്ദേഹം ഒരു അമലും ചെയ്തില്ല. അദ്ദേഹമുണ്ടല്ലോ, അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൊരുത്തനെ കാണുമ്പോ റബ്ബിനോട് പറയുന്നു, അല്ലാഹ് അവൻ എന്നെ കുറ്റം പറഞ്ഞവനാണ്, അവൻ വല്ല നന്മകളും ചെയ്തെങ്കിൽ എനിക്കു തരണേ. അതുകൊണ്ട് ഉലമാക്കളെ ചീത്ത പറയല്ല, സദാത്തുക്കളെ ചീത്ത പറയരുത്, ഒരു ഗ്രൂപ്പിന്റെ പേരിലും ചീത്ത പറയരുത്. നമ്മുടെ ഉലമാക്കളെ അല്ലാഹു ഒന്നിപ്പിച്ചു തരട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു നമുക്ക് തന്ന സ്വകാര്യ അഹങ്കാരമാണ്. ലോകത്തുള്ള ആളുകൾ മുഴുവനും അവിടത്തേക്ക് തിരിയുകയാണ്. ഓർമ്മിക്കട്ടെ, ഏത് രാജ്യത്ത്, അറബി രാജ്യത്ത് പോയവർക്കറിയാം, അറബികളോട് സംസാരിക്കുമ്പോ, പാകിസ്ഥാനികളോട് സംസാരിക്കുമ്പോ, ഇന്ത്യാനാശക്കാരോട് സംസാരിക്കുമ്പോ ഞാൻ കേരളീയനാണെന്ന് പറയുമ്പോ നിങ്ങൾ ശൈഖ് അബൂബക്കറിനെ അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഏത് രാജ്യക്കാര്? നിങ്ങൾ വിദേശത്ത് പോയവരല്ലേ? എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും തർബിയത്തിന് കൊതിക്കുന്ന മഹാനാണ് മഹാനായ സുൽത്താനുൽ ഉലമ. അല്ലാഹുവേ അവർ പൂർണ്ണമായി തിരിച്ചു വരണം, അതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തൗഫീഖ് തരണേ അല്ലാഹ്. മർക്കസു സഖാഫത്തി സുന്നിയ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. സിഎം വലിയുള്ളാന്റെ കറാമത്താണ് ഞാൻ പറയുന്നത്. SYSന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു. SYSന്റെ ആ സമ്മേളനത്തിൽ വലിയൊരു തീരുമാനമെടുത്തു. കേരളത്തിൽ വലിയൊരു സ്ഥാപനം വേണം, വലിയൊരു യൂണിവേഴ്സിറ്റി വേണം. അതിനെവിടെയാണ് സ്ഥലം കിട്ടേണ്ടത്? സമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിച്ചു. സമ്മേളനത്തിൽ ആരാണ് വരുന്നത്? മഹാനായ മക്കയിലെ മുദർരിസായിരുന്ന, അതേ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട അഹ്മദ് മാലിക്കി തങ്ങളാണ്. അവരെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, സമ്മേളനത്തിന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അവർ വരേണ്ട ഡേറ്റ് ആയി പോയി. പക്ഷേ കല്ലിടണം. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് മർക്കസ് എന്ന സ്ഥാപനത്തിന് കല്ലിടണം. ഈ എന്ത് ചെയ്യണം? സ്ഥലം കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് അധികാരി, ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങള്, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകള്, മൂന്നുപേരും കൂടെ ഇറങ്ങുകയാണ്. മർക്കസ് എന്ന പൂവനത്തിന് സ്ഥലമെടുപ്പാം ഹാജത്തിന് സിഎംഓരെ കണ്ടിടുന്നു ശൈഖുനയെ പി, ശൈഖുനയെ പി. മർക്കസ് എന്ന പൂവനത്തിന് സ്ഥലമെടുപ്പാം ഹാജത്തിന് സിഎംഓരെ കണ്ടിടുന്നു ശൈഖുനയെ പി, ശൈഖുനയെ പി. അധികാരിയുണ്ട് ഹൈദർ ഹാജി ഒപ്പമുണ്ട്, ഹൈദർ ഹാജി ഒപ്പമുണ്ട്.
കൂടെ അധികാരിയുണ്ട് ഹൈദർ ഹാജി ഒപ്പമുണ്ട് ഹൈദർ ഹാജി ഒപ്പമുണ്ട് സയ്യിദവേലത്തുമുണ്ട് കാന്തപുരം മുമ്പിലുണ്ട് കാന്തപുരം മുന്നിലുണ്ട് സിയമോരെ കണ്ടിടുന്നു ശൈഖുനയെ പി ശൈഖുനയെ പി മർകസെന്ന പൂവനത്തിന് സ്ഥലമെടുപ്പാൻ ഹാജത്തിന് സിയമോരെ കണ്ടിടുന്നു ശൈഖുനയെ പി ശൈഖുനയെ പി നാടതാകെ ചുറ്റിടുന്നു കണ്ടതില്ല ഭൂമിയതും കണ്ടതില്ല ഭൂമിയതും നാടതാകെ ചുറ്റിടുന്നു കണ്ടതില്ല ഭൂമിയതും കണ്ടതില്ല ഭൂമിയതും സങ്കടം പറഞ്ഞിടുന്നു സിയമോരെ കണ്ടിടുന്നു സിയമോരെ കണ്ടിടുന്നു സങ്കടം പറഞ്ഞിടുന്നു സിയമോരെ കണ്ടിടുന്നു സിയമോരെ കണ്ടിടുന്നു ഇവയിൽ പോയിടു സ്ഥലമേറെയതുണ്ട് ഏറെയതുണ്ട് ഈ വഴിയിൽ പോയിടു സ്ഥലമേറെയതുണ്ട് ഏറെയതുണ്ട് മർക്കസെന്ന പൂവനത്തിന് സ്ഥലമെടുപ്പാൻ ഹാജത്തിന് സിയമോരെ കണ്ടിടുന്നു ശൈഖുനയെ പി ശൈഖുനയെ പി സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഏത് വിഷയത്തിനും ഇറങ്ങുമ്പോ ആദ്യമായി സിഎം വലിയോട് ചോദിക്കാതൊന്നും ചെയ്യലില്ല. സമ്മേളനം പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട അലവി തങ്ങൾ വരാനായി സ്ഥലം കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട കൂടെ അധികാരിയുണ്ട് ഹൈദർ ഹാജി ഒപ്പമുണ്ട് ഹൈദർ ഹാജി ഒപ്പമുണ്ട് സയ്യിദവേലത്തുമുണ്ട് കാന്തപുരം മുമ്പിലുണ്ട് കാന്തപുരം മുന്നിലുണ്ട് സിയമോരെ കണ്ടിടുന്നു ശൈഖുനയെ പി ശൈഖുനയെ പി സിയമോരെ കണ്ടിടുന്നു ശൈഖുനയെ പി ശൈഖുനയെ പി സ്ഥലം കിട്ടാതെ വന്നപ്പോ ഈ 4 പേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി. മഹാനായ സിഎം വലിയുള്ളാനെ കാണാൻ വേണ്ടി പോയി സങ്കടം പറയുന്നു. ഓ ശൈഖ് അവറുകളെ, SYS-ന്റെ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു തീരുമാനമെടുത്തു. കേരളത്തിൽ വലിയൊരു സ്ഥാപനം പണിയണം. അതേ അതിന് കല്ലിടാൻ വരുന്നത് അലവി മാലികി തങ്ങളാണ്. ദിവസങ്ങളെ ഉള്ളു, സ്ഥലം കിട്ടിയിട്ടില്ല. നാടതാകെ ചുറ്റിടുന്നു കണ്ടതില്ല ഭൂമിയതും കണ്ടതില്ല ഭൂമിയതും നാടതാകെ ചുറ്റിടുന്നു കണ്ടതില്ല ഭൂമിയതും കണ്ടതില്ല ഭൂമിയതും സങ്കടം പറഞ്ഞിടുന്നു സിയമോരെ കണ്ടിടുന്നു സിയമോരെ കണ്ടിടുന്നു ഈ വഴിയിൽ പോയിടു സ്ഥലമേറെയതുണ്ട് ഏറെയതുണ്ട് ഈ വഴിയിൽ പോയിടു സ്ഥലമേറെയതുണ്ട് ഏറെയതുണ്ട് സിഎം വലിയോട് സങ്കടം പറഞ്ഞു. സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പൊ കുന്നമംഗലത്തിനപ്പുറത്തൊരു വീട്ടിലാണ് സിഎം വലിയുള്ളത്. അവിടെ പോയി സിഎം വലിയുള്ള ഇതൊക്കെ കേട്ടു. ശൈഖുനാ സുൽത്താനുൽ ഉലമന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒറ്റ ചൂണ്ടലാണ്. ഈ വഴിയിൽ പോവുക, അവിടെ സ്ഥലമുണ്ട്. അങ്ങനെ പറ. ഇങ്ങോട്ട് പോവുക, ആ ഭാഗത്തേക്ക് പോകുക, അവിടെ സ്ഥലമുണ്ട്. സിഎം വലിയുള്ള അങ്ങ് പറഞ്ഞു. അപ്പോ ഒരു അംബാസിഡർ കാറിന് ഇവരിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സിഎം വലിയുള്ള പറഞ്ഞപ്പോ അവരങ്ങ് പോയി. ആ വണ്ടി എടുത്ത് പോയി. എന്തായി? എത്തിയിടുന്നു കാന്തപുരം കണ്ടിടുന്നു ബോർഡവിടെ കണ്ടിടുന്നു ബോർഡവിടെ എത്തിയിടുന്നു കാന്തപുരം കണ്ടിടുന്നു ബോർഡവിടെ കണ്ടിടുന്നു ബോർഡവിടെ ചന്ദ്രനന്റെ സ്നേഹിതന്റെ സ്ഥലമേറെയുണ്ടവിടെ സ്ഥലമേറെയുണ്ടവിടെ ചന്ദ്രനന്റെ സ്നേഹിതന്റെ സ്ഥലമേറെയുണ്ടവിടെ സ്ഥലമേറെയുണ്ടവിടെ സെന്റിന് 300 രൂപ തന്നിടു എപി തന്നിടു എപി സെന്റിന് 300 രൂപ തന്നിടു എപി തന്നിടു എപി മർക്കസെന്ന പൂവനത്തിന് സ്ഥലമെടുപ്പാൻ ഹാജത്തിന് സിയമോരെ കണ്ടിടുന്നു ശൈഖുനയെ പി ശൈഖുനയെ പി സിഎം വലിയുള്ള പറഞ്ഞ ഭാഗത്തേക്ക് ഒരു 4 പേരും കൂടെ പോയി. നേരെ പോകുന്നത് ഇന്ന് മർക്കസ് നിൽക്കുന്ന ആ ഏക്കറക്കണക്കിനുള്ള സ്ഥലത്ത് ചെന്ന് വണ്ടി നിന്നോടൊരു ബോർഡ്, സ്ഥലം വിൽപ്പനക്കുണ്ട് എന്ന് പറഞ്ഞൊരു ബോർഡ്. ഇവര് വണ്ടി ചെന്ന് നിൽക്കുന്ന ബഹുമാനപ്പെട്ട സിഎം വലിയുള്ള ചൂണ്ടിയ ഭാഗത്താണ്. അവിടെ ചെന്ന് നോക്കുമ്പോ അതിന്റെ ഉടമസ്ഥൻ ഒരു ചന്ദ്രനാണ്. അയാളോട് നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത്. സുന്നികൾക്കേ തലക്ക് കയറുള്ളൂ. തേങ്ങാപിണ്ണാക്കുള്ളവർക്ക് ഇത് കയറൂല.
അവർക്ക് മുമ്പേ അങ്ങനെ ആയതുകൊണ്ട് അവരെ പറഞ്ഞ് നമ്മളെ സദസ്സ് ബെടക്കാക്കേണ്ടതുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹലാക്കിന്റെ ബ്ലോഗർമാരുണ്ട്, അവർക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഈ നമ്പറിൽ വിളിക്കാം, ബന്ധപ്പെടാം, ഈ സംഭവങ്ങൾ പരിശോധിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം. ഞാൻ വീണ്ടും ഇടക്ക് കയറി പറഞ്ഞത്, ഇത് സുന്നികളുടെ വിഷയമാണ്, ഇത് സുന്നികളുടെ വിശ്വാസമാണ്. നിങ്ങളെ പിടിച്ചു വലിച്ചതിലൊന്നും കൊണ്ടുവരുന്നുണ്ടില്ല. തൗഫീഖ് കിട്ടിയാൽ വന്നോളൂ, അല്ലെങ്കിൽ പോയിക്കോളൂ. അത്രേ പറയാനുള്ളൂ, അത്ര ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ശൈഖുനാ എ പി ഉസ്താദ് അവറുകൾ സുബ്ഹാനല്ലാഹ് ആ ബോർഡിന്റെ മുമ്പിലെത്തി. അവിടെ ഉണ്ട് എല്ലാം സെന്റിന. അന്ന് ആ സ്ഥലം വാങ്ങിയത് സെന്റിന് 300 രൂപയാണ്. എത്തിയിടുന്നു കാന്തപുരം കണ്ടിടുന്നു ബോർഡവിടെ, കണ്ടിടുന്നു ബോർഡവിടെ, എത്തിയിടുന്നു കാന്തപുരം കണ്ടിടുന്നു ബോർഡവിടെ, കണ്ടിടുന്നു ബോർഡവിടെ. ചന്ദ്രനന്റെ സ്നേഹിതന്റെ സ്ഥലമതേറെയുണ്ടവിടെ, സ്ഥലമതേറെയുണ്ടവിടെ, ചന്ദ്രനന്റെ സ്നേഹിതന്റെ സ്ഥലമതേറെയുണ്ടവിടെ, സ്ഥലമതേറെയുണ്ടവിടെ. സെന്റിന് 300 രൂപ തന്നിടു എപി, തന്നിടു എപി, സെന്റിന് 300 രൂപ തന്നിടു എപി, തന്നിടു എപി. മർക്കസെന്ന പൂവനത്തിന് സ്ഥലമുണ്ട് പാപരാജത്തിന്, സിയമോരെ കണ്ടിടുന്നു ശൈഖുനാ എ പി, ശൈഖുനാ എ പി. ഏറ്റവും വലിയ സിഎം വലിയുള്ളാന്റെ കറാമത്താണ് മർക്കസ് സഖാഫത്തി സുന്നിയ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എത്രയോ സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ജീവിതമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾക്ക് എല്ലാ ധൈര്യവും പകർന്നത്, ഇന്നും ഉസ്താദ് അവറുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളയാ. ഏത് വിഷയത്തിനും അവരോട് പറഞ്ഞാൽ, അവരെ വിളിച്ചാൽ നമുക്ക് പരിഹാരമാണ്. അത് സുന്നികളുടെ വിശ്വാസമാണ്, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, അത് സ്വഹാബത്ത് ചെയ്ത് കാണിച്ചതാണ്. ഇവിടെ ഉലമാക്കളില്ലേ, ഉസ്താദന്മാരെന്റെ സംസാരം കേൾക്കുന്നില്ലേ? സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒരുപാട് തവണ ആവർത്തിച്ച് പേര് പറഞ്ഞ മഹാനല്ലേ മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങൾ. അവരുടെ ചരിത്രം എന്താണ്? കടം വീട്ടാൻ വേണ്ടി റസൂലുള്ളാഹി ഖബർ ശരീഫിൽ നിന്ന് 80 ദീനാറിന്റെ സഞ്ചി കൊടുത്തതൊക്കെ ഹദീസിലില്ലേ? ഞാൻ ഇപ്പോഴതിലേക്ക് കിടക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ സഹായം ലഭിച്ചവർ, അതേ മലായികത്തിന്റെ സഹായം ലഭിച്ചവർ, അല്ലാഹു അവരിലൂടെ സഹായം ചെയ്യുകയാണ്, റസൂലുള്ളാഹിലൂടെ സഹായം ചെയ്യുകയാണ്, മലക്കുകളിലൂടെ സഹായം ചെയ്യുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, അങ്ങനെ സിഎം വലിയുള്ളാഹിലൂടെയും നമ്മുടെ ഉലമാക്കൾക്ക് സഹായം ലഭിക്കുകയാണ്, നമുക്ക് സഹായം ലഭിക്കുകയാണ്. ഒരിക്കൽ പാലക്കാട് ജില്ലയിലെ പറളിയിൽ എ പി ഉസ്താദിന്റെ ചെറുപ്പകാലത്ത് ഒരു സംവാദം നടന്നു. ഉസ്താദിന്റെ ചെറുപ്പകാലമാണ്. ബിദ്അത്തിൻ കൂദന്തത്തെ തകർക്കാനായി പറളിയിൽ വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ ഗർജിക്കും സിംഹമായ ഹസൻ മുസ്ലിയാരൊത്ത് വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൻ വേദിയൊരുങ്ങുന്നേ. ബിദ്അത്തിൻ കൂദന്തത്തെ തകർക്കാനായി പറളിയിൽ വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ ഗർജിക്കും സിംഹമായ ഹസൻ മുസ്ലിയാരൊത്ത് വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ വേദിയൊരുങ്ങുന്നേ. ഹസൻ മുസ്ലിയാരുള്ള കാലത്ത് സംവാദത്തിന് വഹാബികൾ വെല്ലുവിളിച്ചു. ഹസൻ മുസ്ലിയാരുമായി വ്യവസ്ഥ എഴുതി. ഈ വ്യവസ്ഥ എഴുതുന്നതിന് മുമ്പ് ഹസൻ മുസ്ലിയാര് ഹജ്ജിന് പോകാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹജ്ജിന് പോകാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതിയ സമയത്തിന് ഹജ്ജിന് പോകാൻ പാസ്സായി. ഹസൻ മുസ്ലിയാർക്ക് പോകാണ്ട് പറ്റും. ഹജ്ജിന് പോകാൻ റെഡിയായി. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാര് ഹജ്ജിനായി പോവുകയാണ്. ഹജ്ജിനായി ഹസൻ മുസ്ലിയാർ അവർ പോകുന്നേ, അന്തോരം സന്തോഷത്തിൽ വഹാബികൾ തുള്ളുന്നേ, നാടാകെ നോട്ടീസുമായി വഹാബികൾ തെണ്ടുന്നേ, കൽബുകൾ മങ്ങുന്നേ, അവരുടെ കാന്തപുരം വന്നേ. തകർക്കാനായി പറളിയിൽ വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ ഗർജിക്കും സിംഹമായ ഹസൻ മുസ്ലിയാരൊത്ത് വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ വേദിയൊരുങ്ങുന്നേ.
പോയപ്പോ വഹാബികൾ നോട്ടീസ് അടിച്ച് കണ്ടോ അവർക്ക് രക്ഷയില്ല, സുന്നികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല, അവർ നോട്ടീസ് ഇറക്കി, അയാൾ ഇവിടുന്ന് തടിതപ്പി, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് സുബ്ഹാനല്ലാഹ് ഉടനടി സമസ്തന്റെ മുശാവറ ചേരുന്നേ, ഇനി ആര് ബദലെന്ന് അവരും തിരയുന്നേ, ബഹുമാനർ ശംസുൽ ഉലമാ എപ്പിയോരെ ചുണ്ടുന്നേ, കാന്തപുരം വന്നേ വഹാബികൾ ആകെ വിറക്കുന്നേ. തകർക്കാനായി പറളിയിൽ വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ ഹൃദിക്കും സിംഹമായ ഹസൻ മുസ്ലിയാരൊത്ത് വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ വേദിയൊരുങ്ങുന്നേ. സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ചേരുന്നു. എല്ലാ പണ്ഡിതന്മാരുണ്ട്, ശംസുൽ ഉലമ ഉൾപ്പെടെ, വാണിയമ്പലം ഉൾപ്പെടെ എല്ലാ പണ്ഡിതന്മാരുമുണ്ട്. സുബ്ഹാനല്ലാഹ്, മുശാവറ ചേർന്നിട്ട് ആരെയാണ് പകരം വെക്കേണ്ടതെന്നാണ് ചർച്ച. ഉടനടി സമസ്തന്റെ മുശാവറ ചേരുന്നേ, ഇനി ആര് ബദലെന്ന് അവരും തിരയുന്നേ, ബഹുമാനർ ശംസുൽ ഉലമ എപ്പിയോരെ ചുണ്ടുന്നേ, കാന്തപുരം വന്നേ വഹാബികൾ ആകെ വിറക്കുന്നേ. തകർക്കാനായി പറളിയിൽ വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ ഗർജിക്കും സിംഹമായ ഹസൻ മുസ്ലിയാരൊത്ത് വേദിയൊരുങ്ങുന്നേ, സംവാദത്തിൽ വേദിയൊരുങ്ങുന്നേ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഐക്യകണ്ഠേന തീരുമാനിക്കുന്നു, മഹാനായ ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദറജ ഉയർത്തട്ടെ. ഉടനെ ലെവലേശം സംശയമില്ലാതെ അന്ന് ഏറ്റവും ചെറിയ ആളായ സുൽത്താനുൽ ഉലമയിലേക്ക് വിരൽ ചൂണ്ടി തീരുമാനിക്കുന്നു, നമുക്ക് കാന്തപുരം മതി. പറളിയിലെ സംവാദത്തിലേക്ക് എ പി ഉസ്താദിനെ തെരഞ്ഞെടുത്തു. ഉസ്താദിനെ അവർ വിവരമറിയിക്കുകയാണ്. ശൈഖുന സുൽത്താനുൽ ഉലമ ഒരുങ്ങിടുന്നേ, ആദ്യം ഖുതുബുൽ ആലം സിയം മോരെ കാണാനെത്തുന്നേ. സുൽത്താനുൽ ഉലമ ഒരുങ്ങിടുന്നേ, ആദ്യം ഖുതുബുൽ ആലം സിയം മോരെ കാണാനെത്തുന്നേ. സുൽത്താനുൽ ഉലമ ഒരുങ്ങിടുന്നേ, ആദ്യം ഖുതുബുൽ ആലം സിയം മോരെ കാണാനെത്തുന്നേ. ഇടുകളും കയറിയിടുന്നേ, മനസ്സകം വീതും വീടുന്നേ, മോരെ കണ്ടതുമില്ല നേരെ മഞ്ഞ കൂളം മക്കയിലെത്തിയിടുന്നേ. അന്ന് ഉള്ളു ഉരുകി ശൈഖവരോട് അറിഞ്ഞിടുന്നേ. സുൽത്താനുൽ ഉലമ ഒരുങ്ങിടുന്നേ, ആദ്യം ഖുതുബുൽ ആലം സിയം മോരെ കാണാനെത്തുന്നേ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ജാബന്നൂരിയിൽ ജാബന്നൂരിയിൽ പോയി സഹായാത്രികരായ ആലിമീങ്ങളോടൊക്കെ ഇന്ന് കിതാബുകളൊക്കെ റെഡിയാക്കി എല്ലാം സംവാദത്തിനുള്ള സെറ്റപ്പും ചെയ്തു. സംവാദത്തിന് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട CM ഓരെ കാണണം. CM വലിയുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള 3 വീടുകളിൽ പോയി. അവിടെയൊന്നും ബഹുമാനപ്പെട്ടവരില്ല. ഈയാട്ട് ഹാജിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, ഹുസൈനാജിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഒന്നും CM ഓരില്ല. അങ്ങനെ വിഷമിച്ച് ബഹുമാനപ്പെട്ട മഞ്ഞക്കുളം മക്കാമിൽ ചെന്ന് ഇങ്ങനെ ദ്വാരക്കാണ് പോണതിന് മുമ്പ്. മക്കാമിൽ നിന്ന് ഇറങ്ങിയ നേരം മുമ്പിൽ നിൽക്കുന്നുണ്ടൊരു താരം. CM ഓരെ ആദിമണവരും മടവൂർ സലാമും അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായി പോകൂ, വിജയം ഉറച്ചിട്ടുണ്ട്. സുൽത്താനുൽ ഉലമ ഒരുങ്ങിടുന്നേ, ആദ്യം ഖുതുബുൽ ആലം സിയം മോരെ കാണാനെത്തുന്നേ. മഞ്ഞക്കുളം മക്കാമിൽ നിന്ന് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് മുമ്പിൽ ഒരാൾ നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും. സലാം അടക്കി. നിങ്ങൾക്ക് മടവൂര് ശൈഖുന സലാം പറഞ്ഞിട്ടുണ്ട്. സലാം അടക്കി. എന്നെ മടവൂര് ശൈഖുന പറഞ്ഞയച്ചതാണ്. അതെ, ഇവിടുത്തെ മടവൂരുകാരൻ ഹുസൈനാജിയ.
കാരണം മടവൂര് ശൈഖുനെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അവിടുന്ന് സലാം പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായി പോയിക്കോളൂ, നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്ന് ശൈഖുനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. നോക്കൂ, അതാണ് ഔലിയാക്കൾ, അതാണ് ഔലിയാക്കൾ. ഖമറുൽ ഉലമാ വേദിയിലെത്തി കണ്ട വഹാബികൾ ഞെട്ടി, ഉത്തരം കിട്ടാതവർ മണ്ടി ചൊല്ലിയത്തിൽ സുന്ദര പാദ പാരന്നിടുന്നേ, പറളിയിൽ ആവേശത്തിൽ തക്ബീർ ധ്വനികൾ ഉയർന്നിടുന്നേ. വഹാബികളുടെ വലിയ കോട്ട കൊത്തളമായിരുന്നു. ആ സംവാദം നടന്നില്ലായിരുന്നുവെങ്കിൽ സുന്നികൾക്ക് രക്ഷയുണ്ടാകുമായിരുന്നില്ല. ആ സംവാദം കഴിഞ്ഞതിനു ശേഷം 100-ലേറെ കുടുംബങ്ങൾ സുന്നിയത്തിലേക്ക് മടങ്ങി വന്നു. അവർക്കവിടെ പള്ളി നിർമ്മിക്കുകയാണ്. അവർക്കിന്ന് പള്ളിയുണ്ട്. അവിടെ അറബിയിലുള്ള ഖുത്ബ നടക്കുന്നു. അവിടെ ബദരീങ്ങൾ ആണ്ട് നടക്കുന്നു. എല്ലാ സംഭവങ്ങളും നടക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ അങ്ങനെ ആ സംവാദം കഴിഞ്ഞതിനു ശേഷവും വലിയല്ലാഹുവിന്റെ വലിയ തർബിയത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദുകൾക്കുണ്ടായി. വലിയ സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സിയം വലിയുള്ള പോലുള്ള മഹാന്മാർ, അവരെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തർബിയത്തിലായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ സിയം വലിയുള്ളാഹിയെ നമ്മൾ സിയാറത്ത് ചെയ്യണം. അവിടത്തേക്ക് ഫാത്തിഹ ഓതണം. ഈ മഹാന്മാരുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലും മദീനയിലും എത്ര മഹാന്മാരാണ്. അവർ സ്വഹാബികളാണ്. അതേ, വഹാബികളുടെ ഭരണം സൗദി അറേബ്യയിൽ എന്ന് ആരംഭിച്ചപ്പോഴല്ലേ മഖാമുകളൊക്കെ തകർത്ത് കളഞ്ഞത്. അതേ, ജന്നത്തുൽ ബഖീഅ ഉണ്ടല്ലോ, ആ ബഖീഅനെ കുറിച്ച് മദീനയിലെ മക്തബുകളിൽ നിങ്ങൾക്കൊരു വിവരണം കിട്ടും. ഒരു കേറ്റലോക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൂറത്ത് ഖുദ്ദിമൽ ബഖീഅ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ചെറിയൊരു ലഘുലേഖയുണ്ട്. ബഖീഇന്റെ മുൻപത്തെ രൂപം എന്നാണ് അതിന്റെ വിശദീകരണം. സുബ്ഹാനല്ലാഹ്, അതിൽ എന്താണ് കാണുന്നത്? ആയിഷ ബീവിയുടെ ഖബർ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. അതേ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബർ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹയുടെ ഖബർ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. റളിയത്തു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ, മുത്തുനബിക്ക് മുല കൊടുത്ത ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ ശരീഫും കെട്ടിപ്പൊക്കിയിരുന്നു. ഇല്ലെന്ന് പറയാൻ വഹാബികൾക്കാകുമോ? ഇന്നും ജന്നത്തുൽ ബഖീഇൽ പോയാൽ ആ പൊടിക്കപ്പെട്ട മക്ബറയുടെ തറകൾ നമുക്ക് കാണാം. അവശിഷ്ടങ്ങൾ ഇന്ന് കാണാം. ഹറാ ശുഹദാക്കൾ ഉറങ്ങുന്ന ഹറാ മഖാമുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളും പൊളിക്കപ്പെട്ടതാണെന്ന് ഇന്നും നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ടല്ലോ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ, അവരുടെ ഖബറും കെട്ടിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു. പോരാ, പരിശുദ്ധമായ മക്കയിൽ മഹദിയായ മുത്തുനബിയുടെ പുന്നാര ഭാര്യയില്ലേ, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, അവിടത്തെ ഖബറും കെട്ടിപ്പൊക്കിയിരുന്നു. അതിന്റെ പഴയ രൂപം നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാം. നല്ല പോലെ കെട്ടിപ്പൊക്കിയിരുന്നു. അത് പിൻകാലത്ത് വഹാബികൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അതൊക്കെ തകർക്കപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ രാജാവിന് മനസ്സിലായി വഹാബികൾ തരികിട കളിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നൊരാനന്ദമാണ്. പണ്ട് ബദറിൽ പോകാൻ പറ്റൂല,
ബദറിലേക്ക് കടക്കാൻ സമ്മതിക്കൂല, ദ്വാരക്കാൻ സമ്മതിക്കൂല. ഇന്നത്തെ രാജാവിന് അല്ലാഹു നല്ല ബുദ്ധിയും നല്ല ഹിദായത്തും നല്ല സന്തോഷവും അല്ലാഹു നൽകട്ടെ ദുആ ചെയ്യുകയാണ്. കാരണം ബദർ നല്ല പോലെ കെട്ടി വലുതാക്കി നല്ല ഗ്രില്ലെല്ലാം വെച്ചു. വിശ്വാസികൾക്ക് ബദറിൽ പോകാം. സ്വലാത്തുല്ലാഹ് സ്വലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് ബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹി അഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബദറിൽ ചെന്നാൽ ഇന്ന് പേടിയില്ല, നല്ല പോലെ ദ്വാരക്കാൻ. ഞാൻ അൽഹംദുലില്ലാഹ് ബദർ യുദ്ധം നടന്ന 17 ഞാൻ ബദറിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ബദരീങ്ങളെ മഹത്വം വിശദീകരിച്ചു കൊടുത്തു. ഞാൻ ബദർ മൗലീദ് അവിടെ ഓതി. ഒരു മുത്തവൈവനെ തടയാൻ വന്നില്ല. മുമ്പ് ഓടിക്കുമായിരുന്നു. ഉഹദിൽ വരാൻ പറ്റൂലായിരുന്നു, ഉഹദിൽ ദുആ ചെയ്യാൻ പറ്റൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ന് മദീനയിലും മക്കയിലും എല്ലാ മസാറുകളും കെട്ടി വൃത്തിയാക്കുകയാണ്. ആർക്കും സിയാറത്ത് ചെയ്യാം. ഇപ്പൊ ഞാനൊന്നൊരു അടുത്തൊരു പരസ്യം കണ്ടൊരു വഹാബിയുടെ, അയാൾ അമീറാണ്. ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, ഹജ്ജിനും ഉംറക്കും അവസരം. അവരും ഉണ്ടാകാൻ തുടങ്ങി. രക്ഷയില്ല, ബദറിൽ പോകും എന്നാ പറയുന്നത്. ഞാൻ മാധ്യമത്തിൽ പരസ്യം കണ്ടു. രക്ഷയില്ല, അവരും പോകാൻ തുടങ്ങി. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അങ്ങനെ മദീനയിലും മക്കയിലുമൊക്കെയുള്ള മദാറുകൾ ഇന്ന് വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് റിയാൽ ചെലവഴിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയും അതേപോലെ മസ്ജിദുൽ ഖുബയും ഒക്കെ വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓ മുഅ്മിനീങ്ങളെ,